Thank you, Dr. Suvana. Thank you, all doctors in English session. എല്ലാവർക്കും നമസ്കാരം. IFPH-ന്റെ ഇടതടവില്ലാതെ തുടർന്നു വരുന്ന വെബ് പരമ്പരയുടെ 1389-ാം ദിവസം ഇന്നത്തെ മലയാളം സെഷനിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ മധുസൂദന പണിക്കർ സാറാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും എല്ലാവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. സാറ് എത്തിയിട്ടില്ലേ? ധനേഷ് ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നല്ലോ. സാർ കയറി വന്നില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ വരുമായിരിക്കും. എന്തായാലും മധുസൂദന പണിക്കർ സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. വളരെ മനോഹരമായ ക്ലാസ്സുകളാണ് സാറിന്റെ. ഇന്ന് സന്ധിവാതവും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് സാർ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. സാർ ഉടനെ എത്തും എന്ന് പ്രതീക്ഷിക്കാം. ധനേഷ് നമുക്കൊന്ന് അനൗൺസ് ചെയ്യാം. ആ സമയത്തേക്ക് മധുസൂദന പണിക്കർ സാർ എത്തുമ്പോഴേക്കും നാളത്തെ പ്രോഗ്രാമിനെ കുറിച്ച് ഡോക്ടർ ധനേഷ് പറയുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നാളെ വേൾഡ് യോഗ ദിനമാണ്. അപ്പൊ അതിന് നാളത്തെ ഒരു ദിവസം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. നാളെ ഇംഗ്ലീഷ് സെഷനിൽ ഡോക്ടർ ബാബു ജോസഫ് ആണ് അത് നയിക്കുന്നത്. അദ്ദേഹം യോഗ ഇൻ നാച്ചുറോപ്പതി സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹം അതിന്റെ അന്താരാഷ്ട്ര തലത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നാളെ മലയാള സെഷനിൽ അതുപോലെ നാളത്തെ പരിപാടി ഇങ്ങനെയാണ്. അന്തർദേശീയ യോഗാ ദിനം. സ്വാഗതം ഡോക്ടർ ഷൈല. അധ്യക്ഷൻ ഇസ്മായിൽ സൈഡ് സാർ. ഉദ്ഘാടനം ഡോക്ടർ ശ്രീ നിരൂപ് വാസുദേവൻ, ആർട്ട് ഓഫ് ലിവിംഗ് ഇന്റർനാഷണൽ ടീച്ചർ. മുഖ്യ പ്രഭാഷണം ഡോക്ടർ രഘുരാജൻ. അദ്ദേഹം ഹോമിയോപ്പതി വകുപ്പിൽ നിന്ന് റിട്ടയർഡ് ചെയ്ത ഡോക്ടറാണ്. വിഷയം യോഗാ ദർശനവും ഹോമിയോപ്പതിയും. അതിന് നന്ദി പറയുന്നത് ഡോക്ടർ ശ്രീമതി ജിതി മനോജാണ്. ധനേഷ് ഡോക്ടർ ഒന്ന് സാറിനെ ഒന്ന് വിളിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ എപ്പിസോഡാണ് നാളെ. യോഗയുടെ പ്രാധാന്യവും ഹോമിയോപ്പതി. സാർ എത്തി. ധനേഷ് ഡോക്ടറെ സാർ എത്തിയിട്ടുണ്ട്. തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഒരു ഷോർട്ട് ടൈമിൽ കയറിയതുകൊണ്ട് അറിയാൻ പറ്റിയില്ല. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ സാറേ? കോഹോസ്റ്റ് ആണ്, ഇനി അൺമ്യൂട്ട് ചെയ്യാം. സാറേ നമുക്ക് ക്ലാസ് തുടങ്ങാം. സാർ എത്തിയിട്ടുണ്ട്. മധുസൂദന പണിക്കർ സാർ എത്തിയിട്ടുണ്ട്. സാറിന്റെ ക്ലാസ്സുകളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് വിശേഷിപ്പിക്കേണ്ടതില്ല. ലെഫ്റ്റ് എക്സ്ട്രീമിലാണ് സാറേ. ആ പടത്തിൽ ഒന്ന് സാർ ഒന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് എക്സ്ട്രീമില് റെഡ് സിഗ്നൽ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി സാർ. ആ പടത്തിൽ ഒന്ന് സാർ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, അപ്പൊ അത് തെളിഞ്ഞു വരും. സ്ക്രീൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാന്ന് തോന്നുന്നു. അവിടെ സംസാരിക്കുന്നുണ്ട് സാർ. സ്ക്രീൻ ഷെയറിംഗ്. ഓക്കെ, സാറിന്റെ സ്ക്രീൻ വന്നിട്ടുണ്ട്, കാണാം.
സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ സാറേ. അതൊന്ന് എൻലാർജ് ചെയ്യണം. അതിപ്പം സൈസായിട്ടിരിക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എൻലാർജ് ചെയ്താൽ മതി. അതിലൊന്ന് മേലോട്ട് കയറി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇരിക്കുന്ന പടത്തിൽ തന്നെ ഒന്ന് ക്ലിക്ക്. സാറേ, ആ പടത്തിന്റെ റൈറ്റ് എക്സ്ട്രീമിൽ ഒരു ചെറിയ സ്ക്വയർ ഉണ്ട് മേലില്, ആ ഇൻഡുവിന്റെ അവിടെ. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. കുറച്ചുകൂടെ മേലോട്ട് പോട്ടെ, കുറച്ചുകൂടെ റൈറ്റ് മേലോട്ട്, സൈഡിൽ മേളില് ഏറ്റവും ടോപ്പിൽ പോട്ടെ. ആ ബ്രൗൺ കാണുന്ന സാറേ, സ്ഥലത്ത്, ഇൻഡു മാർക്കിന്റെ തൊട്ടിപ്പുറം. ആ ബ്രൗൺ കളർ കാണുന്നിടത്ത് കുറച്ചുകൂടെ മേലോട്ട് പോട്ടെ. റൈറ്റ് സൈഡ്, അതിന് റൈറ്റിലോട്ട് വരിക. വന്ന് കുറച്ചുകൂടെ വീണ്ടും വരട്ടെ, വീണ്ടും വരട്ടെ. ചതുരം ചതുരം. കുറച്ചുകൂടെ പോരട്ടെ സാറേ. വന്നു, റെഡി. ഓക്കെ റെഡി സാറേ, ആയി. നമ്മൾ ക്ലാസ് തുടങ്ങാമോ? കേൾക്കുന്നില്ലേ എന്തോ സാർ? അല്ല, കേൾക്കുന്നുണ്ട്. അത് റെഡി ആയിക്കൊണ്ടിരിക്കുക. സാർ അൺമ്യൂട്ട് ചെയ്തിട്ടില്ല. അതാ ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സാറ് നാളത്തെ റേറ്റ് എത്തിയിട്ടില്ല. മിയാസ്മാരിക് കമ്പാരിസൺ ആണ് ഇപ്പൊ നിൽക്കുന്നത്. ആർത്രൈറ്റിസ് വന്നിട്ടില്ല സാറേ. അൺമ്യൂട്ട് അതൊന്ന് അടുപ്പിക്കാവോ? എനിക്ക് കാണുന്നില്ല. ഷെയർ എന്നാണ്. അല്ല, അൺമ്യൂട്ട് ഇപ്പൊ അല്ല, ഈ അൺമ്യൂട്ട് അച്ഛന്റെ പിക്ചർ വരുന്ന അവിടെ തന്നെ അൺമ്യൂട്ട്. അല്ല, ഇപ്പൊ സാർ അൺമ്യൂട്ട് ആണ്. സാറിന് സംസാരിക്കാം. അൺമ്യൂട്ട് ആണ്. അപ്പൊ ഇനി സംസാരിച്ചോ, കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ ചോദിച്ചാ മതി. പേജ് മിയാസ്മാരിക് കമ്പാരിസൺ ആണ് ഇരിക്കുന്നത്. അതാണോ ഉദ്ദേശിച്ചത്? മാറുന്നില്ലല്ലോ. ആദ്യം അതാണ് ഡോക്ടറെ, ആദ്യം അതാ മാറുന്നില്ലല്ലോ. ശരി, ഫസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തേ. അച്ഛൻ മാറി, അൺമ്യൂട്ട് ആണ്. ഇനി സാറേ, സാറ് പറയുന്നത് ഞങ്ങൾക്ക് കേൾക്കാം. കേക്കാവോ? സ്ലൈഡ്സ് മാറ്റിയാ മതി. സ്ലൈഡ് മാറുന്നില്ലല്ലോ മോളു. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യ്. എവിടെ ക്ലിക്ക് ചെയ്യാൻ? സാറേ, സ്ലൈഡ്സ് മാറ്റുന്നിടത്ത് ക്ലിക്ക് ചെയ്തേ. PG ഓണെന്നും പറഞ്ഞുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നേ. സ്ലൈഡ്സ് മാറ്റുന്നിടത്ത് താഴെ എനിക്ക് മൊബൈൽ കാണും. താഴെ PG ഓണെന്നുള്ളിടത്ത് ഒന്ന് ചെക്ക് ചെയ്താൽ മതി സാറേ. സ്ലൈഡ്സ് മാറ്റുന്ന അച്ഛൻ അറിയത്തില്ലേ? അവിടെയല്ല കീബോർഡില് കീബോർഡിലാണ് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. താഴോട്ടും മേലോട്ടും ഉള്ളത് താഴോട്ട് ക്ലിക്ക് ചെയ്തേ. സാറേ, ഒരു രണ്ട് ആർച്ച്, രണ്ട് വരയുണ്ട്. മേലോട്ട് ഒരെണ്ണം കാണാം, താഴോട്ട് ഇതിനകത്ത് പറയുന്നത് ആസ്ക് ടു അൺമ്യൂട്ട് എന്നാണ്. ആസ്ക് ടു അൺമ്യൂട്ട്. അല്ല, അത് മനസ്സിലായി സാർ. അതല്ലല്ലോ സാറേ, സാറിന്റെ പിന്നെ ലാപ്ടോപ്പിന്റെ പടം ലാപ്ടോപ്പിലൊന്ന് നോക്കുക. ലാപ്ടോപ്പിൽ നോക്കുക. അതിന്റെ ബോഡിയില് നമ്മള് അതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ വരയില് അവിടെ തന്നെ അവിടെ PG അപ്പ് താഴെ എന്ന് പറഞ്ഞ് കാണാം. ആവുന്നില്ലേ? സ്ലൈഡ് ചേഞ്ച് ആവുന്നുണ്ടല്ലോ. ആവുന്നില്ലേ അച്ഛാ? ഇല്ല, സ്ലൈഡ് ചേഞ്ച് ചെയ്യുന്നില്ല. ഹോം എന്ന് കാണുന്നതിന്റെ തൊട്ടടുത്ത ഇവിടെ അതല്ല ഈ കാണുന്ന പിന്നെ ഫ്രണ്ടിൽ എന്തോ വന്ന് കിടപ്പുണ്ടല്ലോ. അതിന്റെ ഒന്ന് ക്ലോസ് ചെയ്യാവോ അച്ഛൻ? ഇതിന്റെ അതല്ലെങ്കിൽ ലക്ഷ്മിക്ക് അത് ക്ലോസ് ചെയ്തോ? എന്താ സാർ? അതും ക്ലോസ് ചെയ്തോ? ഓക്കെ, ഇനി ഒന്ന് താഴോട്ടാക്കിക്കേ. ഇനി പിന്നെ സ്ലൈഡ്സ് മാറ്റിക്കേ അച്ഛൻ. സ്ലൈഡ്സ് മാറ്റിക്കേ. മാറുന്നില്ലടാ. അല്ല, അങ്ങനെ ഉണ്ടെങ്കിലേ അതൊന്ന് ആ PPT ഒന്ന് അയച്ചു തരാമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പൊ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കണ്ടല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യണം? അച്ഛൻ അല്ലാതെ ക്ലാസ് എടുത്തോ? അപ്പൊ സ്ക്രീൻ കാണുന്നില്ലല്ലോ.
ഒന്നുകൂടി ഷെയർ സ്ക്രീൻ കൊടുത്തേ. ഒന്നുകൂടെ ഷെയർ കൊടുക്കും. സ്ലൈഡ്സ് മാറ്റിക്കേച്ച. മാറുന്നല്ലോ അല്ലേ? മാറാതിരിക്കാൻ എന്താ, എസ്കേപ്പ് കൊടുക്കാവോ? ESC എന്ന് പറഞ്ഞിട്ട് ആ കീബോർഡില് എസ്കേപ്പ് അടിച്ചേ. ലെഫ്റ്റ് സൈഡില്, ലെഫ്റ്റ് ഹാൻഡില്, അപ്പർ ഹാൻഡില് സാറേ ഏറ്റവും ടോപ്പില് കണ്ട് കണ്ട് ഏറ്റവും ടോപ്പില് അവിടെ ഞാൻ പ്രസ് ചെയ്ത് സ്ക്രീൻ. എന്നാ സ്ക്രീൻ വേണ്ട വെച്ചാൽ അല്ലാതെ അച്ഛന് ക്ലാസ് എടുക്കാൻ പറ്റുമോ? എന്തോ പ്രശ്നമുണ്ട്. അതല്ലെങ്കിൽ PPT ഒന്ന് അയച്ചു തരുവാണെങ്കിൽ നമുക്ക് ഹിബട്ട് ഓഫർ കൊണ്ട് ഷെയർ ചെയ്യും. സാർ അച്ഛൻ്റെ കയ്യിലാണ് ലാപ്ടോപ്പ് ഇരിക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ സാർ അത് സംസാരിച്ചാൽ മതി സാറേ. ഇത്തവണ ഇങ്ങനെ പോട്ടെ. ശരി, കുഴപ്പമില്ല, അത് സാരമില്ല. അപ്പൊ എന്തായാലും സാറിന്റെ ശൈല ഡോക്ടർ ഒന്ന് സ്വാഗതം ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരും. കാരണം ഞാൻ ഒന്നുകൂടെ ശ്രമിക്കുക. ഷെയർ കൊടുത്തേച്ചാ ഇതിനകത്ത് യു ആർ സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറയുന്നു. അത് വന്നു സാറേ, ഷെയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് വരുന്നുണ്ട്. മേലെയും താഴെയും മൂവ് ചെയ്യുന്നില്ല. ചെയ്യുന്നില്ല. അത് സ്റ്റക്ക് ആയി പോയി. എങ്ങനെ അച്ഛൻ മേലെയും താഴെയും ഒന്നുകൂടി ഒന്ന് ഇതാക്കാവോ? എസ്കേപ്പ് മൂവ് ചെയ്യുന്നതൊന്ന് പ്രസ് ചെയ്യാവോ? ചെയ്യുവാണ്, പക്ഷെ അത് മൂവ് ചെയ്യുന്നില്ല. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് സ്റ്റോപ്പ് ഷെയറിംഗ്. അല്ല, അതല്ല, അവിടെ അല്ല സാറേ, അതല്ല നമ്മുടെ കമ്പ്യൂട്ടറിലെ സാർ. അവിടെ ഇപ്പൊ നോക്കരുത്, അവിടെ ഇപ്പൊ വന്നിട്ടുണ്ട്. സാറ് നോക്കേണ്ടത് ലാപ്ടോപ്പിന്റെ ബേസിലാണ്. അതില് നമ്മുടെ താഴത്തെ ഏറ്റവും താഴെയുള്ള ലൈനില് എൻഡിന്റെ തൊട്ടിപ്പുറത്തായിട്ട് PG ഡൗൺ എന്ന് കാണാം. കണ്ടോ? PGയിലൊന്ന് ഞെക്കിക്ക്. അന്നേരം അത് മൂവ് ചെയ്യേണ്ടതാണ് സാധാരണഗതിയിൽ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലാപ്പിൽ തന്നെ അങ്ങേ അറ്റത്ത് എസ്കേപ്പിന്റെ അവിടെ സാറൊന്ന് ഏറ്റവും ടോപ്പ് ലെവലില് ഇടത്തെ അറ്റത്ത് ഞെക്കി. ഇനി ഒന്നുകൂടെ ഒന്ന് ഇത് തന്നെ നോക്കി. അത് വരണ്ട. സാറേ ഈ നടുക്കത്തെ നമ്മുടെ വരയില്ലേ, നീളമുള്ള ലെങ്ത് ഉള്ള അതേലൊന്ന് ഞെക്കിയിട്ട് സാർ ഇപ്പുറത്തൊന്ന് ഞെക്കി നോക്കി. PGയില് ഇല്ല. സാർ ഈ ലെങ്ത് കാണുന്ന അതേലും എസ്കേപ്പിലും കൂടെ ഒന്നിച്ചൊന്ന് ഞെക്കിക്കൊണ്ട് നോക്കിക്കേ. വരുന്നില്ല അല്ലേ? അത് അങ്ങനെ ഇനി താഴത്തെ സ്ലൈഡ്സിലോട്ട് പോയിക്കോളൂ. താഴത്തെ സ്ലൈഡ്സിലോട്ട് പോകും. താഴെയാണ് റൊമാറ്റിസം. താഴെ ആ PGF ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും സാറേ. നോക്കാം. വന്നു റൊമാറ്റിസം പോയി. വന്നോ? മേലോട്ട്. ഓക്കെ. കേക്കാവല്ലോ അല്ലേ? കേക്കാം സാറേ. കേക്കാം സാറേ, കേക്കാം. ഫോട്ടോ മാത്രമില്ല. ഫോട്ടോ വന്നില്ലല്ലോ. എനിക്ക് എന്നെ കാണാൻ പറ്റില്ല സാറേ. നമുക്കിന്ന് സ്ക്രീൻ ഷെയറിംഗ് ഇല്ലാതെ ക്ലാസ് വെക്കാനുള്ള യോഗമാണെന്നാ തോന്നുന്നത് സാറ്. അല്ല, സ്ക്രീൻ ഷെയറിംഗ് സാർ ഒരു ഇതായിട്ടുണ്ട്. ഇനിയിപ്പോ ഡോക്ടർ അവിടെ കാണുന്ന ഏത് സ്ക്രീനാ ഷൈല ഡോക്ടറെ? മയാസ്മാറ്റിക് കമ്പാരിസൺ. അത് തന്നെ ഞാൻ അപ്രോച്ച് ഓഫ് റൊമാറ്റിസം എന്നല്ലേ കാണുന്നത്? വന്നില്ല സാറേ, അത് വന്നില്ല. നമുക്ക് കാണുന്നത് മയാസ്മാറ്റിക് കമ്പാരിസൺ. ഞാനും അത് തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് സംശയം തോന്നിയത്. അതെന്ത് പറ്റി? അവിടെ നെറ്റ് കുറവാണോ? വന്നു സാറേ. ഇപ്പൊ വന്നു. നമ്മ ക്ലാസ് തുടങ്ങാം സാറേ. റെഡി ആയി. എവരിതിങ് ഫൈൻ. ഇമ്പോർട്ടൻസ് ഓഫ് മൊഡാലിറ്റി തെർമൽ അതെ. എന്നെ കേക്കാവല്ലോ അല്ലേ? കേക്കാം.
ഓക്കെ ഓക്കെ അപ്പൊ സാറിനെ നമുക്ക് ഇന്ന് ഒരു നല്ല ക്ലാസ്സിന് വേണ്ടി എപ്പോഴും ഓക്കെ നല്ല ക്ലാസ് എടുക്കുന്ന സാറിന് ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. ഭഗവാനും സാമുൽ ഹനുമാനും ഒക്കെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് പതിവ് പോലെ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ഒത്തിരി പേര് റൊമാറ്റിസം എടുക്കുന്നുണ്ട്. എന്നാലും ഞങ്ങളുടെ ഒരു അപ്രോച്ച്, എൻ്റെ ഒരു 40 വർഷമായിട്ടുള്ള അപ്രോച്ചിൽ നമുക്ക് ഒരുവിധം വളരെ വാസ്റ്റായിട്ട് അഡ്വാൻസ്ഡ് പതോളജി, ക്രോണിക് ആയിട്ട് അസസറി മറ്റ് സിംറ്റംസും കൂടി കോംപ്ലിക്കേറ്റഡ് ആകാത്ത കേസസിലൊക്കെ ഒരുവിധം നല്ലപോലെ പാലിയേഷനും ക്യൂറും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ നിത്യജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിന് നമ്മൾ സാധാരണഗതിയിൽ റൊമാറ്റിസം എല്ലാവരും റൊമാറ്റിസമായിട്ട് വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരവല്ല ഒരു പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. വേദനയുണ്ടോ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണ്. എപ്പോഴാ വേദന? അത് എപ്പോഴും വേദനയുണ്ട്. നടക്കുമ്പോഴോ എഴുന്നേറ്റ് നടക്കുമ്പോഴുണ്ട്, കിടക്കുമ്പോഴോ കിടക്കുമ്പോഴും ഉണ്ട്. ഇങ്ങനെ കേട്ടിട്ട് ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നത്, ഇപ്പൊ റൈറ്റ് ഷോൾഡറിൽ വേദനയുണ്ടെന്ന് പറയുമ്പോൾ റൈറ്റ് ഷോൾഡർ പെയിൻ, ലെഫ്റ്റ് ഹിപ്പിൽ വേദനയുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹിപ്പ് പെയിൻ, തുടങ്ങുമ്പോൾ വേദനയുണ്ട്, കണ്ടിന്യൂസ് നടന്നു കഴിഞ്ഞാൽ കുറയുമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസ്റ്റോക്സ് ക്ലിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നും കൊടുത്തിട്ട് വളരെ നല്ല രീതിയിലുള്ള കേസസ് പോലും നമുക്ക് ഒരു വിധത്തിലും ഗുണം ചെയ്യാൻ സാധിക്കാതിരുന്നപ്പോൾ അതിനുവേണ്ടി ഡെപ്തിലൊരു സ്റ്റഡി ചെയ്തതാണ്. അതിനകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ എത്ര വേദന പറഞ്ഞു വന്നാലും നമ്മൾ വളരെ സഹിഷ്ണുതയോടുകൂടി അപ്പോഴൊന്നും കേസ് വില്ലേജ് ചെയ്യാതെ നമ്മൾ അവരുടെ ഇമ്പോർട്ടൻസ് ഓഫ് മൊഡാലിറ്റി, അപ്പൊ ഇങ്ങനെ മല പോലെ കിടക്കുന്ന ഈ ഡിസീസും അതിന്റെ മൊഡാലിറ്റി ആൻഡ് സഫറിങ്സും, ഒന്നാമത്തെ കാര്യം ഒരു അഡ്വാൻസ് റൊമാറ്റിസത്തില് പ്യൂറോ മിസ്ഫോർച്ചൂൺ അവരെ പോലെ വാദമുള്ളവര് വലിച്ചു നടക്കുമ്പോൾ, അകന്ന കാല് വെച്ച് നടക്കുമ്പോൾ, ഗോഷ്ഠിയോട്ട് നടക്കുമ്പോഴൊക്കെ അവരും അങ്ങനെയാന്നുള്ള ഒരു വലിയൊരു പ്യൂറോ മിസ്ഫോർച്ചൂൺ ഉണ്ട് അവർക്ക്. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം ഇങ്ങനെ കുറവുണ്ടെങ്കിലും കുറവുണ്ടെന്ന് പറയത്തില്ല. നമ്മളപ്പോ മെഡിസിൻ മാറ്റുമ്പോൾ പറയും 2-3 മാസം കഴിയുമ്പോൾ പറയും എനിക്ക് ആദ്യം വന്നപ്പോൾ നല്ല കുറവുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ആലപ്പുഴ പോകുന്നതിന് വേണ്ടി ചേർത്തല വഴി എറണാകുളത്ത് എത്തിക്കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വരുമ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പതുക്കെ മൊഡാലിറ്റീസിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ഈ 100 കണക്കിന് മരുന്ന്, 100 കണക്കിന് മൊഡാലിറ്റിയുള്ള ആർത്രൈറ്റിസിന്റെ തെറാപ്പറ്റിക്സില് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാവുന്ന അതിന്റെ മൊഡാലിറ്റിയാണ്. രാത്രി ഉണ്ടോ വേദനയുണ്ടോ, പകലുണ്ടോ, പകല് വേദന കൂടുന്നുണ്ടോ, രാത്രിയും പകലും വേദന കൂടുന്നുണ്ടോ, മൂവ്മെന്റിൽ അഗ്രവേഷൻ ഉണ്ടോ, ഫസ്റ്റ് മൂവ്മെന്റിൽ അഗ്രവേഷൻ ഉണ്ടോ, കണ്ടിന്യൂസ് മൂവ്മെന്റിൽ അഗ്രവേഷൻ ഉണ്ടോ, റിലീഫ് ആണോ, ഇങ്ങനെയൊക്കെയുള്ള മർമ്മപ്രധാനമായിട്ടുള്ള മൊഡാലിറ്റീസ് നമ്മൾ 4, 5, 6 ചോദ്യം അവരോട് അവരുടെ കഥയെല്ലാം നമ്മൾ കേട്ടിട്ട് നമ്മൾ പിന്നെ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. കാരണം നമ്മളൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ കൊണ്ട് അത് പറയിപ്പിച്ചെടുക്കുന്നത് ശീലം ശരിയല്ലെങ്കിലും ആർത്രൈറ്റിസിൽ അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവരുടെ സഫറിങ്സ് മുഴുവൻ നമ്മൾ കേൾക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വ്യൂ ഓഫ് അപ്രോച്ചിൽ അവരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് കൺഫേം ചെയ്യണം. പിന്നെ ഈ ഹോമിയോപ്പതിയിലെ സോറിക് സ്റ്റേറ്റ് ഓഫ് റൊമാറ്റിസം വളരെ കുറച്ച. അത് അതിൻ്റെ ഒരവസ്ഥയില് ആർത്രൈറ്റിക് പെയിൻ മഴ പെയ്യുമ്പോൾ കൂടുക, തണുത്ത വെള്ളത്തിൽ കഴിയുമ്പോൾ കൂടുക, വെറ്റ് വെതറിൽ കൂടുക, ഡാംബേറ്റിൽ കൂടുക, ഇതൊക്കെയുള്ള ഒരവസ്ഥ ലോക്കലൈസേഷനില്ലാത്ത ആർത്രൈറ്റിസ് ആയിരിക്കും. ലോക്കലി അപ്പോഴുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി സിംറ്റംസ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ചികിത്സിക്കാൻ എളുപ്പമാണ്. പക്ഷെ അഡ്വാൻസ് കേസാണ് മോശം. അതുകൊണ്ട് ഇവരുടെ മയാസം കണ്ടുപിടിക്കണം. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ആദ്യം തൊട്ടേ, ഇപ്പൊ ഡോക്ടർ ലക്ഷ്മിയൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു ഫോളോവർ ആയതുകൊണ്ട് ഞങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു തെർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ സിബിലിറ്റിക്കിന്റെ ഒരു ജനറൽ നേച്ചർ പുതച്ചിട്ട് ഫാനിട്ട് ഒന്നെങ്കിൽ ചായ ചൂട് കഴിക്കും, അല്ലെങ്കിൽ തണുത്ത കഴിക്കും. അങ്ങനെയാണോ, അല്ലെങ്കിൽ ഹോട്ട് കോൾഡ് ആണോ, അല്ലെങ്കിൽ ഹോട്ട് ആണോ, അല്ലെങ്കിൽ പുതച്ച് കിടന്നിട്ട് ചൂട് കഴിക്കുന്ന സോറിക്കാണോ, ഇല്ലെങ്കിൽ പുതയ്ക്കാതെ കിടന്നിട്ട് ചൂട് കഴിക്കുന്നവരാണോ, പുതച്ച് കിടന്നിട്ട് തണുപ്പ് കഴിക്കുന്നവരാണോ, ഈ മൊഡാലിറ്റി നമ്മൾ മെയിൻലി എഴുതിട്ട് കേസ് ഷീറ്റിന്റെ മുകളിൽ എഴുതും.
ഒന്ന് സോറിക്കാണോ, സിബിലിറ്റിക്കാണോ, സൈക്കോട്ടിക്കാണോ? കാര്യം ആ മയാസത്തിന്റെ തെർമൽ റിയാക്ഷൻ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് കുറെ അധികം മരുന്നുകളെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒരു സോറിക് രൂപം മരുന്നാണെങ്കിൽ ആ മരുന്ന് മാത്രം നമുക്ക് മതിയാവും. അതിന്റെ മൊഡാലിറ്റി കൺവേർട്ട് ചെയ്ത് മെഡിസിൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സിബിലിറ്റിക്കാണെങ്കിലും സിബിലിറ്റിക്ക് മെഡിസിന്റെ ഗ്രൂപ്പ് കണ്ടെത്തിയിട്ട് അത് വെച്ച് ചെയ്യാൻ പറ്റും. ട്യൂബർക്കുലാർ ആണെങ്കിൽ ട്യൂബർക്കുലാർ മെഡിസിൻ മാത്രം പറ്റില്ല, നമ്മൾ ഭയങ്കരമായിട്ടുള്ള മെഡിക്കേഷൻ. ഇപ്പൊ സിബിലിറ്റിക്ക് ആണെങ്കിൽ അതിനകത്ത് ഒരു ഉദാഹരണം പറയാം, ഒരിക്കലും റെസ്റ്റോക്സ് വരത്തില്ല, ഒരിക്കലും സോറനും വരത്തില്ല, ഒരിക്കലും എപ്പാർ സൾഫ് വരത്തില്ല, ഒരിക്കലും ബ്രയോണിയ വരത്തില്ല. അപ്പൊ നമ്മൾ മൊഡാലിറ്റി ആയിട്ട് മെഡിസിനെ കണക്ട് ചെയ്യുമ്പോൾ മയാസം നമ്മൾ അറിഞ്ഞിരിക്കണം. മയാസ്മാറ്റിക് മെഡിസിൻ കണ്ടുപിടിക്കാൻ നമ്മൾ വ്യഗ്രത കാണിക്കണം. എങ്ങനെ ക്യൂർ കിട്ടത്തുള്ളൂ. അതാണ് ഞങ്ങളുടെ അനുഭവം. പിന്നെ ഏത് സൈഡാണ്, റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ? ഈ സിബിലിറ്റിക്ക് തന്നെ റൈറ്റ് സൈഡഡ് മെഡിസിൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡഡ് മെഡിസിൻ ഉണ്ട്. സോറിക്കിൽ തന്നെ അങ്ങനെ ഉണ്ട്, സൈക്കോട്ടിസത്തിൽ അങ്ങനെയുണ്ട്. അപ്പം സൈഡ് ഇമ്പോർട്ടൻസ് ആണ് സൈഡില്. പിന്നെ ഏറ്റവും വലിയൊരു പ്രധാന കാര്യം റൈറ്റ് സൈഡഡ് മെഡിസിൻ ആണ്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ലൈക്കോപോഡിയം, മെർസോളൊക്കെ റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കുമ്പം കൂടും. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ മെർസോളും എടുത്ത് ലൈക്കോപോഡിയം ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം കിട്ടത്തില്ല. റുമാറ്റിസത്തിന് ഒരു വിസിബിൾ ഇമ്പ്രൂവ്മെന്റ് കിട്ടണമെങ്കിൽ ഒരു 3-4 വീക്സിനെങ്കിലും മെഡിസിൻ കൊടുത്താലേ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം തെറ്റായിട്ടുള്ളൊരു മെഡിസിൻ കൊടുത്താൽ ഒരാഴ്ച നമുക്ക് പോകും, അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച. ഫസ്റ്റ് വിസിറ്റിൽ തന്നെ റെസ്പോൺസ് കിട്ടത്തില്ല. അപ്പൊ അത്രയും കറക്റ്റ് പ്രിസ്ക്രിപ്ഷൻ ആർത്രൈറ്റിസിൽ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ദെൻ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്. മഴ പെയ്യുമ്പോൾ കൂടുവോ, തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ കുറയുവോ, തണുത്ത വെള്ളം കൊണ്ട് കൂടുവോ, ക്ലിയർ പൈൻ വെതറിൽ എങ്ങനെയാണ്, പീരിയോഡിസിറ്റി ഉണ്ടോ? ഇപ്പൊ എല്ലാ ഡിസംബറിലും വരും, അല്ലെങ്കിൽ നമ്മളെല്ലാം വൈകിട്ട് വേദനയാണ്. അപ്പൊ ഒരു പീരിയോഡിസിറ്റി ഉണ്ടെങ്കിൽ ദ മയാസം ഈസ് ട്യൂബർക്കുലാർ. അപ്പൊ മയാസ്മാറ്റിക്കലി ട്യൂബർക്കുലാർ ബിഗൈൻ ചെയ്യുന്ന ഒരു മെഡിസിൻ നമ്മൾ കണ്ടുപിടിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിൽ നമുക്ക് കോൺഫിഡൻസ് വേണം. നമുക്ക് കോൺഫിഡൻസ് വേണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് വിവരം വേണം. നമുക്ക് ആ വിവരം ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്ലൂ അനുസരിച്ച് പേഷ്യന്റിന്റെ സിംറ്റംസ് കൺവേർട്ട് ചെയ്ത് അവരോട് ഡയറക്റ്റ് ചെയ്ത് കൺഫൈൻ ചെയ്യാൻ പറ്റും. നേച്ചർ ഓഫ് സ്വെല്ലിംഗ്, ബയലാട്രൽ സ്വെല്ലിംഗ് ആണോ, യൂണിസൈഡ് സ്വെല്ലിംഗ് ആണോ, ഇറഗുലർ സ്വെല്ലിംഗ് ആണോ, ഹാർഡ് സ്വെല്ലിംഗ് ആണോ, ഫ്ലക്ച്വേറ്റിംഗ് സ്വെല്ലിംഗ് ആണോ, സ്വെല്ലിംഗ് വിത്ത് റെഡ്നെസ് ഉണ്ടോ, സ്വെല്ലിംഗ് വിത്ത് ക്രാംസ് ഉണ്ടോ, സ്വെല്ലിംഗ് വിത്ത് പെയിൻ ഉണ്ടോ, സ്വെല്ലിംഗ് വിതൗട്ട് പെയിൻ ആണോ, ഹാർഡ് സ്വെല്ലിംഗ് ആണോ, ബോണി സ്വെല്ലിംഗ് ആണോ, മസ്കുലർ സ്വെല്ലിംഗ് ആണോ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഇൻഡേഷനുള്ള ഒരു ബ്രൂസൈറ്റിസ് ആണോ? ഇങ്ങനെയൊക്കെയുള്ള ഡിഫറൻസ് ആർത്രൈറ്റിസ് ചികിത്സയിൽ വളരെ ഇമ്പോർട്ടൻസ് ആണ് ഹോമിയോപ്പതിയിൽ. ഇൻസിസ്റ്റിംഗ് പതോളയിലേക്ക് സ്പോണ്ടൈലോസിസ് ഉണ്ടോ, സ്പോണ്ടൈലോലിത്യാസിസ് ഉണ്ടോ, അങ്കൈലോസിംഗ് സ്പോണ്ടൈലോസിസ് ഉണ്ടോ? ഈ ഡിഫറൻസിയേഷൻ നമ്മൾ എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത്, ഇപ്പൊ MRI സ്കാൻ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ക്ലൂ ചെയ്യും. ഹോമിയോപ്പതിയിലൊക്കെ ആർത്രൈറ്റിസ് ഡെപ്തിലുള്ളവർ വരുന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെടുത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ആ ഡീപ് സ്റ്റഡി വളരെ വളരെ വളരെയേറെ നന്മ കിട്ടും. പിന്നെ നേച്ചർ ഓഫ് പെയിൻ. പെയിൻ എങ്ങനെയാണ്, ക്രൂഷിയേറ്റിംഗ് പെയിൻ ആണോ, ബ്രോക്കൺ പെയിൻ ആണോ? ഇപ്പൊ നമുക്ക് ട്രില്യം പെൻഡിലോക്കത്തിന്റെ നടുവേദനയ്ക്ക് അവർ പറയും എന്റെ നടു പൊട്ടി പൊളിഞ്ഞു പോണ ഡോക്ടറെ എന്നാ പറയണത്. ആസ് സെപ്പറേറ്റഡ് പെയിൻ, ആസ് സെപ്പറേറ്റഡ് പെയിൻ, ആസ് പാരലൈസ്ഡ്, ബ്രൂയിസ്ഡ് പെയിൻ, പിൻ പ്രിക്കിംഗ് പെയിൻ, പൾസേറ്റിംഗ് പെയിൻ തന്നെയാണ് അൾസറേറ്റീവ് പെയിൻ. അപ്പൊ പെയിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ പറയിപ്പിച്ചെടുക്കണം, നമ്മൾ അങ്ങോട്ട് ക്ലൂ കൊടുക്കരുത്. അവര് പറയുന്ന കൊളോക്കിയൽ ലാംഗ്വേജ് നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഫാക്ടറാണ്. വീണ്ടും സൈഡ് വന്നു സാർ. വന്നു, സ്ലൈഡ് മാറ്റിയാ മതി. ഇനി സ്ലൈഡ് മാറുന്നില്ല, അതാണൊരു കുഴപ്പമില്ല സാർ. എങ്കിൽ പിന്നെ സാർ ഒന്നുകൂടെ നോക്കിയിട്ട് ഇതുകൊണ്ട് ഇതിനകത്തുള്ളത് പോസ്റ്റ് ഷെയർ, ന്യൂ ഷെയർ, സ്റ്റോപ്പ് ഷെയർ, യുവർ സ്ക്രീൻ ഷെയറിംഗ്.
സാറ് അത് വേണ്ട സാർ, അതിന് എന്താ സ്ലൈഡ് ഇട്ടാ മതി. എനിക്ക് ലാപ്ടോപ്പ് കാണുന്നില്ല അച്ഛാ. കാണാമോ? അച്ഛന് താഴെ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നില്ല. ഇല്ല, മൂവ് ചെയ്യുന്നില്ല. ഉണ്ട്. ഇപ്പൊ മൂവ് ചെയ്തു, ഇപ്പൊ ആ, മൂവ് ഇപ്പൊ ചെയ്തു. മൂവായി. ശരി എനിക്കൊന്ന് ശരി. ഇടയ്ക്ക് ഇപ്പൊ മൂവ് റേഞ്ച് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഉണ്ട് കൂടിപ്പോയി ഉണ്ട്. മൂവിങ്. സാർ അതുപോലെ ചെയ്താൽ മതി. ശരി ആ, ശരി ശരി ശരിയായി. ശരി. റുമാറ്റിസം മൊഡാലിറ്റി. Modality. The first movement aggravation and the continuous movement relief. നമ്മൾ സാധാരണ എല്ലാവരും റെസ്റ്റോക്സിലാണ് കഴിക്കുന്നത്. അല്ല, റെസ്റ്റോക്സ് അല്ലാതെ വേറൊരു മെഡിസിൻ സാറ് നമ്മൾ കൊടുക്കാറില്ല. അതിന്റെ കമ്പാരിറ്റീവ് മെഡിക്കൽ വരണം അനാകാർഡിയം, കൊണിയം, കാപ്സിക്കം, കൽക്കറിയ ഫ്ലൂർ, റെസ്റ്റോക്സ്, പൾസാരില, റേഡിയം ബ്രോമൈഡ്, ഫെറമെറ്റ്, സ്ട്രെപ്റ്റോകോക്കിനം. ഇത്രയും മെഡിസിന് നമ്മുടെ ഈ മൊഡാലിറ്റി ഉണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താ? അനാകാർഡിയം ഒരു സൈക്കോസോറിക് മെഡിസിനാണ്. കൊണിയമ്മക്ക് ആക്ച്വലി സൈക്കോട്ടിക്ക, കാപ്സിക്കം സോറോസൈക്കിക്ക, കൽക്കറിയ ഫ്ലൂർ സിബിലിറ്റിക്ക, റെസ്റ്റോക്സ് സോറിക്ക, പൾസാറ്റില സൈക്കോട്ടിക്ക, റേഡിയം ബ്രോമൈഡ് ഒരു സൈക്കോ സിബിലിറ്റിക് മെഡിസിനാണ്. സ്ട്രെപ്റ്റോകോക്കിനും ട്യൂബർക്കുലർ ആണ്. പെറമെറ്റ് സൈക്കോ സോറിക്ക. അപ്പൊ ആ ഡിഫറൻസും അതിന്റെ സിംറ്റം വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് മെഡിസിന്റെ മയാസം കണ്ടുപിടിക്കുക, മയാസം പഠിക്കുന്നതിന്റെ അവസാനം സമയം ഉണ്ടെങ്കിൽ നമ്മൾ മയാസ്മാറ്റിക് ഡിഫറൻസിയേഷൻ അതിന്റെ ക്യാരക്ടർ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ വി ക്യാൻ ഡിസ്കസ്. ഈ സ്ട്രെപ്റ്റോകോക്കിനും വളരെ വളരെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ഗുണം ചെയ്യുന്ന മെഡിസിനാണ്. കാര്യം നമ്മുടെ ഒരു ഫോളോ മെഡിസിൻ ഇപ്പൊ റെസ്റ്റോക്സ് കൊടുത്തിട്ട് ഇമ്പ്രൂവ്മെന്റ്, ഒരു പാർട്ട് ഇമ്പ്രൂവ്മെന്റ് വന്ന് അത് സ്റ്റാഗ്നേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് വിത്ത് കാൽക്കറിയ ഫ്ലൂർ കൊടുത്താൽ കുറെ കൂടെ ഒരു 30% കൂടെ നമുക്ക് റിലീഫ് കിട്ടും. പഴയ കേസസിൽ ഇമ്പ്രൂവ്മെന്റ് അറസ്റ്റ് ചെയ്തിട്ട് ഫൈബ്രസ് ടിഷ്യൂ സ്റ്റിഫ്നെസ് ഉണ്ട്, പോളിയാർത്രൈറ്റിസ് ഉണ്ട്, പെയിൻ നീക്ക് മാത്രമല്ല ജോയിന്റിനല്ല മസ്കുലേച്ചറിലുണ്ട്. ഡാം കോൾഡ് എയർ അഗ്രവേഷൻ ആണെങ്കിൽ റേഡിയം ബ്രോമൈഡ് കൊണ്ട് അതിനെ ഫോളോ അപ്പ് ചെയ്യണം, കോംപ്ലിമെന്റ് ചെയ്യണം. അത് സൈക്കോട്ടിസത്തിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ചെയ്യും. അതിന്റെ ക്രോണിക്കിൽ മെഡോറിനവും സോറയ്ക്കിലോട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ പുതച്ച് കിടക്കുന്ന ഫാനിട്ട് കിടക്കുന്ന ഒരാള്, ചൂട് കഴിക്കുന്ന ഒരാള് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിയുമ്പം നമ്മളത് വാച്ച് ആൻഡ് സി പ്രോഗ്രസിനോടൊപ്പം നമുക്ക് മെഡിസിൻ മാറാനുള്ള ഒരു ക്ലൂ അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ക്ലൂ വരുന്നത് ഈ പേഷ്യന്റിന്റെ തെർമൽ മാറും. തെർമൽ എങ്ങനെ മാറും? പഴയ പോലെ ഫാൻ വേണം, പക്ഷെ ഞാനിപ്പോ പുതയ്ക്കാറില്ല. അപ്പൊ അതിന്റെ മയാസ്മാറ്റിക് ചേഞ്ച് ടുവേർഡ്സ് ഹോട്ട് വാം ആകും. നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നമ്മൾ മെർസോളിൽ നിന്ന് അതിന്റെ മെർസോൾ കൊടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന, റേഡിയം ബ്രോമൈഡ് ഇമ്പ്രൂവ് ചെയ്യുന്ന, അനാകാർഡിയം കൊടുത്തിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കേസിൽ അത് സ്റ്റാഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഇവര് പുതപ്പ് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ അവർക്ക് ചൂടാണ്, കുളിരില്ല, അതുകൊണ്ട് ഫാൻ ഇട്ടിട്ട് ചൂട് കഴിക്കും. അത് തിരിച്ചു വരാം. ഫാൻ ഉപേക്ഷിച്ചിട്ട് പുതച്ചിട്ട് ചൂട് കഴിക്കുക, അല്ലെങ്കിൽ പുതപ്പ് മാറ്റിയിട്ട് ഫാൻ ഇട്ടിട്ട് തണുത്ത കഴിക്കാം. ഇപ്പൊ സൈക്കോട്ടിസത്തിലോട്ട് വരും. നമുക്ക് കൊണിയമ്മാക്കോ പൾസാറ്റിലോ പെറമെറ്റിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ആ മൊഡാലിറ്റീസിൽ വരുന്ന ചേഞ്ചസ്, തെർമൽ റിയാക്ഷനിൽ പേഷ്യന്റ് വരുന്ന ചേഞ്ചസ് വളരെ ഈസി ആയിട്ട് നമുക്ക് മയാസം കണ്ടുപിടിക്കാനും മയാസത്തിന്റെ കോംപ്ലിമെന്റേഷൻ കണ്ടുപിടിക്കാനും നമുക്ക് ബോറിക്കിലെ കോംപ്ലിമെന്ററി റിലേഷൻഷിപ്പിൽ ആ മെഡിസിൻ തന്നിട്ടുണ്ട് നമുക്ക്. നമ്മൾ ഇത്രയും കാലം ബോറിക്ക് പഠിച്ചിട്ടും നോക്കിയിട്ടും അത് മനസ്സിലാക്കാത്ത വലിയൊരു ക്ലൂ അതിനകത്തുള്ളത്. അപ്പം അത് നോക്കി നമ്മൾ കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പെർമനന്റ് ഗ്രാജുവലി ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു എഫ്യൂഷൻ ഒക്കെ ഉള്ള കേസസിലാണെങ്കിൽ എഫ്യൂഷൻ കഴിയുമ്പോൾ എന്താ വെച്ചാൽ സ്റ്റിഫ്നെസ് വരും. ഇപ്പൊ എഫ്യൂഷൻ നല്ലൊരു മെഡിസിനാണ്. സിബിലിറ്റിക് ആണ്, കാലിയഡൈഡ്, സൈക്കോട്ടിക് ആണെങ്കിൽ ബ്രൈൻ, സോറോ സൈക്കിക് ആണെങ്കിൽ പിന്നെ ബിഫോറാന, ഇല്ലെങ്കിൽ ആസിഡ് സാൽസലിക്, ഇങ്ങനെയുള്ള എപ്പീസ്, ഇങ്ങനെയൊക്കെയുള്ള മെഡിസിൻ നമ്മൾ കൊടുക്കുമ്പം സ്വാഭാവികമായിട്ട് കുറച്ച് സ്പീഡ്, ഇപ്പൊ നമ്മൾ ഹൈപ്പോട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യുമ്പോൾ സ്റ്റിഫ്നെസ് വരും.
അപ്പൊ ആ സ്റ്റിഫ്നെസ് വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് മെഡിസിന് കോംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ ആ സ്റ്റിഫ്നെസ് കയറി ജാം ആവും, വേദന മാറി സ്റ്റിഫ്നെസ് ആവും, മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകും. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ മയാസം മാറ്റി മയാസം കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് വളരെ എഫക്റ്റീവായിട്ട് ആർത്രൈറ്റിസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മൂവ്മെന്റ് അഗ്രവേഷൻ ബ്രൈയും കാലിയഡേഡും ഫൈറ്റിലൊക്കെ ആയി. ഇപ്പൊ മൂവ്മെന്റ് അഗ്രവേഷൻ ഉണ്ട്. നമ്മള് അതിലെ എന്താ ബ്രൈന്റെ മൂവ്മെന്റ് എന്ന് ബ്രൈ സൈക്കോട്ടിക്കാ. സൈക്കോട്ടിക് മെഡിസിനിൽ എന്ന് വെച്ചാൽ പുതയ്ക്കത്തില്ല, ഫാൻ വേണം, ഭക്ഷണങ്ങൾ തണുത്തതേ കഴിക്കത്തുള്ളൂ, മൂവ്മെന്റ് അഗ്രവേഷൻ. സൈക്കോട്ടിസത്തില് എഫ്യൂഷൻ ഉണ്ടെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിലും ഡീജനറേഷൻ ഉണ്ടെങ്കിലും ബ്രൈ ഈസ് എ ഗുഡ് മെഡിസിൻ. എന്താ അതിന്റെ മൊഡാലിറ്റി? വലതുവശത്ത് എണീക്കുകയാണെങ്കിൽ വലതുവശത്ത് വെച്ച് തന്നെ കിടക്കുമ്പോൾ റിലീഫാണ്. പിന്നെ നേരെ ഓപ്പോസിറ്റാ കാലിയഡേഡ്. കാര്യം ബ്രൈ ഒരു റൈറ്റ് സൈഡ് മെഡിസിനാ. കാലിയഡേഡ് സിഫിലിറ്റിക് ആണ്. സിഫിലിറ്റിക്കിൽ ലെഫ്റ്റ് സൈഡ് ലീഷനാണ് കാണുന്നത്. ലെഫ്റ്റ് നീക്ക് ഉണ്ടാകും, പക്ഷെ ലെഫ്റ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാല് കൂടും, അവർക്ക് നിവർന്ന് കിടക്കാനേ പറ്റത്തുള്ളൂ. റൈറ്റ് സൈഡിൽ അവിടെ കിടക്കത്തില്ല. ഫൈറ്റിലൊക്കെ എങ്ങനെയാ? ഫൈറ്റിലൊക്കെ രണ്ട് സൈഡിലും വെച്ച് അവർ കിടക്കും, പക്ഷെ അവർക്ക് റെസ്റ്റിലും അഗ്രവേഷനുണ്ട്, മൂവ്മെന്റിലും അഗ്രവേഷനുണ്ട്. നമ്മുടെ ബ്രൈയും റെസ്റ്റോക്സും കൂടെ കൂടുന്നതാണ് ഫൈറ്റിലൊക്കെ. ഇപ്പൊ രാത്രി വേദനയുണ്ട്, പകലും വേദനയുണ്ട്, മൂവ് ചെയ്യുമ്പോഴും വേദനയുണ്ട്, നടക്കുമ്പോഴും വേദനയുണ്ട്. ഇപ്പൊ രാത്രി റെസ്റ്റിലും ഉണ്ട്, മൂവ്മെന്റിലും ഉണ്ടെങ്കിൽ ദ ഫസ്റ്റ് ഡ്രഗ് ഓഫ് ചോയ്സ് ഈസ് ഫൈറ്റിലക്ക. പിന്നെ ജസ്റ്റ് നമുക്കൊന്ന് തോന്നാം മാസേജിങ്. ഒത്തിരി പറയത്തില്ല ഇതൊക്കെ ക്ലൂവാ. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ഈ മെഡിസിൻ വെച്ചിട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് ചെയ്തിട്ട് ആപ്റ്റും മെഡിസിൻ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലതാണ്. ഏതാ? മാസേജിങ് റിലീഫ്. കുഴമ്പിട്ട് തടവുമ്പോ റിലീഫ്, കൊച്ചിനെ കൊണ്ട് ഇരുത്തി തടയുമ്പോ റിലീഫ്, ഹാർഡായിട്ട് തിരുമ്പോ റിലീഫ്. കൽക്കറിയ ഫ്ലോർ. കൽക്കറിയ ഫ്ലോറിന്റെ പ്രത്യേകിച്ച് കൽക്കറിയ ഫ്ലോറിൽ ഒരു ട്യൂബർക്കുലർ മയാസത്തിന്റെ ഇൻഫ്ലേഷൻ നോട്ടം ഉള്ളത് കൊണ്ട് ഇതിന് ഫുൾമൂൺ ന്യൂമോൺ അഗ്രവേഷൻ ആയിരിക്കും. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഡോക്ടറെ, ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, വേദന ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഫുൾമൂണോ ന്യൂമോണോ ആയിരിക്കും. അത് ഒരു എല്ലാ ഞായറാഴ്ചയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പീരിയോഡിസിറ്റി ആണുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ കോംപ്ലിമെന്റഡ് കാൽക്കേറിയ ഫ്ലൂർ വിത്ത് ട്യൂബർക്കുലിനം വണ്ണം. ഭയങ്കര റിസൾട്ട് കിട്ടും. ദെൻ പ്ലംബമെന്റ്. ഡീജനറേറ്റീവ് ഡിസീസസ് ഓഫ് ആർത്രൈറ്റിസ് വിത്ത് സ്റ്റിഫ്നെസ്. എവിടെ മെറ്റുണ്ടോ? അർജന്റൻ മെറ്റ്. നമുക്ക് അർജന്റൻ മെറ്റ് അറിയാമല്ലോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മമ്മമാരെ പോലെ കൂനി 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 നടന്ന് കുറച്ച് കഴിയുമ്പോഴേ എഴുന്നേക്കാൻ പറ്റത്തുള്ളൂ. അർജന്റൻ മെറ്റതാ. ഇപ്പൊ പ്ലംബം മെറ്റും അതുപോലെ തന്നെയാ. നടക്കാൻ തുടങ്ങുമ്പോൾ ഭയങ്കര സ്റ്റിഫാണ്, കൂനിപ്പോവും, ഷേപ്പ് മാറിയിട്ടുള്ള നടപ്പായിരിക്കും, വലിയ വിഷമിച്ചായിരിക്കും നടക്കുന്നത്. പതുക്കെ പതുക്കെ നടന്നു കഴിയുമ്പോൾ കുറച്ച് ബെറ്റർ ആകും, പിന്നെയും റെസ്റ്റ് എടുത്ത് തുടങ്ങുമ്പോൾ കുഴപ്പം വരും. ഇപ്പൊ അർജന്റൻ മെറ്റും പമ്പളം മെറ്റും ഓറം മെറ്റും ഒക്കെ തമ്മിൽ ഈ മെറ്റ് കൂടുമ്പോഴുള്ള ഒരു പതോളജിക്കൽ ചേഞ്ചസ്. നമ്മൾ മെഡിസിൻ പഠിക്കുമ്പോൾ ഫ്ലൂർ എവിടെ ചേരുന്നു അതിന് കുറെ ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മെറ്റ് എവിടെ ചേരുന്നു അവിടെയൊക്കെ ഉണ്ട്. അയഡ് എവിടെയൊക്കെ ചേരുന്നു അവിടെയൊക്കെ കുറെ ക്യാരക്ടർ ഉണ്ട്. അതങ്ങനെ രാജൻ ശങ്കറിന്റെ ഒക്കെ മയാസം പഠിച്ചാൽ നമുക്ക് അത് മാത്രമായിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ ഒരു കാൽക്കേറിയ ഫ്ലൂർ, കാൽക്കേറിയ കാർബ് പേഷ്യന്റ് കാൽക്കേറിയ ഫ്ലൂർ കൊടുക്കാനുള്ള ഇൻഡിക്കേഷൻ അവരുടെ സ്വഭാവത്തിൽ വരുന്ന ക്യാരക്ടർ ആയിരിക്കും. കാൽക്കേറിയക്കാരന്റെ ഫിയറും ഫെറ്റീഗും ഒക്കെ മാറിയിട്ട് അവർ കുറെ ഭയങ്കരമായിട്ട് ജാടയുള്ള ഒരു രൂപമാകും, ഒരു ഈഗോസ്റ്റിക് ആകും. വലിയ വാച്ചുമൊക്കെ കെട്ടി കുറെ പോയിന്റ് സ്വർണ്ണമൊക്കെ ഇട്ടി പട്ടുസാരിയൊക്കെ കൊടുത്തായിരിക്കും ഒക്കെ നടക്കാൻ പാടില്ലെങ്കിൽ നടന്നു വരും. അതാ ഫ്ലോറ് കാൽക്കേറിയയുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ചേഞ്ചസ്. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് ഈ മെഡിസിന്റെ പതോളജിക്കൽ ആക്ഷനും സിംറ്റംസും ഒക്കെ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് വി ക്യാൻ കോർഡിനേറ്റ് ദ മെഡിസിൻ വിത്ത് ഡയറക്റ്റ് സ്റ്റഡി ഓഫ് മയാസം. നമുക്കൊരു കേസ് ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ആ ക്യൂർ അസസ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രബന്ധം ഉണ്ടാക്കി വെക്കാൻ പറ്റും. റുമാറ്റിസം, ക്രോണിക് റുമാറ്റിസം, റുമാറ്റിക് ആർത്രൈറ്റിസ് ക്യൂർഡ് ബൈ എ കേസ് ഓഫ് മെഡിസിൻ കാൽക്കേറിയ ഫ്ലൂർ. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ
അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. കൽക്കേറിയ എന്ന് പറയുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫർദർ അത് കറക്റ്റ് ആണെങ്കിൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ക്യൂർ ചെയ്യാൻ പറ്റും. കൽക്കേറിയ ഫ്ലൂർ കൊണ്ട് തന്നെ ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ മയാസ്മാറ്റിക് ലിവേജും മയാസ്മാറ്റിക് കോമ്പിനേഷനും കമ്പാരിസണും ഫോളോ അപ്പും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റർ റിസൾട്ടാണ്. ദെൻ മാക്ഫോസിന്റെ വേദന നമുക്കറിയാമല്ലോ, ഹാർഡ് പ്രഷർ കൊണ്ട് റിലീഫാണ്. പ്രോട്ടോണ്ടിക്കൽ എഡ്ജിങ് വിത്ത് ഹൈഡ് ബൗണ്ടഡ് ഫീലിംഗ് റിലീഫ്, ജെന്റിൽ റബ്ബിംഗ്. ഞാനൊരു വെബിനാറിലാണ്, 10 മണി കഴിഞ്ഞ് തീരത്തുള്ളൂ, അപ്പൊ വിളിക്കും. എനിക്കൊരു പേഷ്യന്റ് വന്നു. പണ്ട് എനിക്കൊരു അനുഭവം ഉണ്ട്. ഒരു കൊണിയമ്മാക്ക് കേസസില് പ്രോസ്റ്റേറ്റ് മുസ്ലിയാര് അദ്ദേഹം എന്റെ റൂമിൽ കയറി പോയി വന്നാലും കസേരയിൽ ഇരുന്നുകൊണ്ട് എക്സാമിനേഷൻ സ്റ്റൂളിന്റെ പുറത്തോട്ട് കാല് കയറ്റി വെച്ചിട്ടാ പറയണത്. ഞാനന്ന് കൊണിയമ്മാക്ക് കൊടുത്തു. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് നല്ല ക്യൂർ ഉണ്ടായി. അപ്പം ഈ ക്രോട്ടൺ ഡിക്ലിനും ആർത്രൈറ്റിസിന് നല്ലതാ, സോറിയാസിന് നല്ല മെഡിസിനാ. ഹൈ ബൗണ്ടഡ് എന്ന് പറയുന്നത് നല്ല ഇച്ചിങ് വരും. ആർത്രൈറ്റിസ് വിത്ത് ഇച്ചിങ് വന്നിട്ട് ഹൈ ബൗണ്ടഡ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് കനം വന്നിട്ട് ഇങ്ങനെ മരവിച്ച് വിങ്ങി വീർത്തിരിക്കുന്നെന്ന് പേഷ്യന്റ് പറയും. ഹൈ ബൗണ്ടഡ് ഫീലിംഗ് എന്ന് തന്നെയാ പറയണത്. പക്ഷെ ആ പേഷ്യന്റ് എപ്പോഴും എവിടെ ഇരുന്നാലും കാലിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ തടവിരിക്കും. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, മുതലാളിയൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ കാല് തടകി കാല് വെച്ചിട്ട്. ഇറ്റ് ഈസ് ക്രോട്ടൺ ഡിക്ലിനം. വളരെ എഫക്റ്റീവ് മെഡിസിനാണ് ക്രോട്ടൺ ഡിക്ലിനം. സോറിയാസിനാണ് ക്രോട്ടൺ ഡിക്ലിനം ഇച്ചിങ്, സിവിയർ ഇച്ചിങ്. ഇപ്പൊ നമ്മളൊരു ഡീപ് സീറ്റഡ് മെഡിസിൻ കൊടുത്തിരിക്കുന്ന സോറിയാസിസിൽ, സ്കിൻ റാഷിൽ, ആർത്രൈറ്റിസിലൊക്കെ അൺബിയറബിൾ ആയിട്ടുള്ള ഇച്ചിങ്, ഈവൻ ഡയബറ്റീസ് പോലും ആണെങ്കിൽ ഈ ചൊറിയ പൊട്ടും ഡോക്ടറെ അതുകൊണ്ട് ഞാൻ തടയത്തേ ഉള്ളെന്ന് പറയും, അല്ലെങ്കിൽ തുണിയിട്ട് തൂക്കും. ക്രോട്ടൺ ഡിക്ലിനൻ റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്താൽ ചൊറിച്ചിലെന്ന് പറയുന്ന ഒരു മഹാസംഭവം മാറി കിട്ടാൻ വളരെ എളുപ്പമാണ്. മൊഡാലിറ്റി, കോസേഷൻ ആൻഡ് പെയിൻ. റൂട്ട. അപ്പൊ റൂട്ട, ആർണിക്ക, കാൽക്കേറിയ ഫ്ലൂർ, റെസ്റ്റോക്സ്, ഇത് മൂന്നിന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് റൂട്ട മോളിൽ തെളിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. റൂട്ട മെഡിസിൻ വളരെ നല്ല ഒരു മെഡിസിനാണ്. റൂട്ടായാലും മൊഡാലിറ്റി, ആർണിക്കയുടെ ബ്രൂയിസ് ഡേയിലും ഫീലിംഗ്, കാൽക്കേറിയ ഫ്ലൂവിന്റെ ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റ് റിലീഫ്, റെസ്റ്റോക്സിന്റെ മസ്കുലർ സോർനെസ്. ഇത് മൂന്നും കൂടെ ഉള്ള ഒരാളിന് ഈ 3 മെഡിസിൻ കൊടുക്കുന്നതിന് വരെ നമുക്ക് റൂട്ട ട്രൈ ചെയ്താൽ വളരെ ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെസ് ലീഡിങ് സ്റ്റൂൾ. റൂട്ട ആർക്കാ വരണത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫിസിക്കൽ ഒരേ യൂണിവേഴ്സൽ, നമ്മുടെ പൊട്ടൻറ്റൈസേഷൻ മെഷീൻ അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ പൊട്ടൻസി സക്കഷൻ ചെയ്യുന്നത് പോലെ ഒരേ രീതിയിൽ ലൈഫിൽ ഒരു 10-25 കൊല്ലം. ആ ഗ്രൂപ്പ് ആരൊക്കെയാ? ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് മെയിൻ. അല്ലെങ്കിൽ അതുപോലെ മെഷീനിൽ വർക്ക് ചെയ്യുന്നവര്. കംപ്ലീറ്റ് ബോഡി ജാമിങ് ആകുമ്പം ഇൻഡസ്റ്റൈനൽ ട്രാൻസ്വേഴ്സ് ഓളനൊക്കെ അങ്ങ് ജാമായി പോവുക. അതുകൊണ്ടാണ് ഡ്രൈവേഴ്സിലെ റെക്ടൽ ക്യാൻസർ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി ആയിട്ടുള്ള ഒരു മെഡിസിനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിലെയും കാലിയോഗ്രാഫ് ഗ്രൂപ്പ് ആയിരിക്കും അവര് മോസ്റ്റ് പ്രോബബ്ലി. പക്ഷെ പതോളജിക്കലി ഏറ്റവും ഈ ജാമിങ് ഓഫ് ദി മസ്കുലേച്ചർ ഓർ ബോൺ ഓർ സ്പൈനൽ ബോൺസ്, റൂട്ട ഈസ് എ best means persistent injury or pressing or pushing. ഓട്ടോ ഡ്രൈവേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ് അത്രയും കുലുങ്ങുന്നില്ല. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടുള്ള ജാമിങ്ങില് റൂട്ട നല്ലതാണ്. ഒരുവിധം പ്രാക്ടീസ് ഉണ്ട്. കണ്ടിന്യൂസ് ഇരിക്കുന്ന ഡോക്ടർമാരൊക്കെ ഒരു റൂട്ട 6, ആഡലിന്റെ റൂട്ട 6 4 തുള്ളി ഒരു വല്ലപ്പോഴും ഒക്കെ ഒരു വർഷം 2-3 മാസം കഴിക്കുന്നത് ഒത്തിരി പതോളജി ഒഴിവാകാൻ നല്ലതാണ്. തൂജ, കാൽക്കേറിയ ഫ്ലൂൻസ്, ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ അഗ്രവേഷൻ. ഇതിനകത്തുള്ള സൈലീഷ്യയിലും കാൽക്കേറിയ ഫ്ലൂറിലുമുള്ള തൂജയിൽ ഒരു ട്യൂബർക്കുലർ സിംറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. തൂജ കിങ് ഓഫ് സൈക്കോട്ടിക് എന്നൊക്കെ നമ്മൾ പറയുവാണെങ്കിൽ അതിന് ഒരു 5% ട്യൂബർക്കുലർ ഇൻഫ്ലേഷൻ ഉള്ള ഒരു മെഡിസിനാണ്. അത് പറയാൻ കാര്യം
വെളുപ്പിനെ തുമ്മലുണ്ട് തൂജയ്ക്ക്, ഫ്രഷ് കോൾഡ് എയറിൽ തുമ്മലുണ്ട്. അപ്പൊ തൂജയെ പോലുള്ള ഒരു ഡീപ് സൈക്കോട്ടിക് മെഡിസിനിൽ നാട്രമോറൊക്കെ പോലുള്ള ഒരു മെഡിസിന്റെ, അപ്പൊ ശരിക്കും ക്യൂൻ എന്ന് പറഞ്ഞാൽ നാട്രമോറാണ്. കിങ് ഓഫ് സൈക്കോട്ടിസം എന്ന് പറയുമ്പോഴുള്ള ചെറിയൊരു പേരുദോഷം അതാണ് ട്യൂബർക്കുലർ ഇൻഫ്ലേഷൻ. അതുകൊണ്ടാണ് ന്യൂമോൺ ഫുൾ മൂൺ വരണത് കാൽക്കേറിയ പ്ലൂറിലും സൈലേഷ്യയിലും. ഇതിൽ 3 മെഡിസിനിലും ഈ ഫുൾ മൂൺ വെതർ ചേഞ്ചസ് ഉണ്ട്. ഇപ്പൊ ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂണിൽ അഗ്രവേഷൻ വരുന്ന, ഇപ്പൊ ഈ റൊമാറ്റിസത്തിൽ എനിക്ക് അനുഭവമില്ല, പക്ഷെ ആസ്മയിലൊക്കെ ഇപ്പം നമ്മുടെ മൂണിൽ നിന്ന് പൊട്ടൻറ്റൈസ് ചെയ്യുന്ന ഒരു മരുന്നുണ്ടല്ലോ, അത് കൊടുത്താൽ മതിയായിരിക്കും. എന്റെ പേര് ലൂണ 200 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കേണ്ടി വരത്തില്ല, അത്രയും നല്ല എഫക്റ്റീവാ. ഡാമ്പ് വെറ്റ് വെതർ, ഡൽക്യാമറ, ഡാമ്പ് കോൾഡ്, ഡ്രൈ കോൾഡ്, ഇത് ഈ 3 നമുക്ക് ഒത്തിരി തെറ്റിപ്പോണ മെഡിസിനാണ്. ഡ്രൈ കോൾഡ് ഈസ് സൈക്കോട്ടിക് സിംറ്റം. അതിന്റെ ഇൻഫ്ലേഷൻ ഒഴിവാക്കാനാണ് എപ്പാർ സൾഫർ. ഡാമ്പ് കോൾഡ് നാട്രൽ സൾഫർ, ഡാമ്പ് വെറ്റ് ഡൽക്യാമറ. എന്ന് വെച്ചാൽ മഴ പെയ്ത് മഴക്കാർ ആകാശത്തിൽ വന്ന് കെട്ടിക്കിടക്കുമ്പോൾ ഡൽക്യാമറയ്ക്ക് അഗ്രവേഷനാണ്. മഴ താഴെ പെയ്ത് തുമ്മാൻ തുടങ്ങുവാണെങ്കിൽ എപ്പാർ സൾഫർ വരും. 3-4 ദിവസം മഴ ഇരുന്നിട്ട് ഡാമ്പ് വെറ്റ് കഴിഞ്ഞാൽ റെസ്റ്റോക്സ് വരും. അത് കഴിഞ്ഞ് 5-6 ദിവസം വന്ന് വെള്ളം കെട്ടിക്കിടക്കണ പരുവെന്ന് വെച്ചാൽ നാട്രൽ സൾഫർ. ഇതുപോലെയാണ് വെറ്റിന്റെ ഒരു ഹോമിയോപ്പതിക് റിലേഷൻഷിപ്പ്. സൈക്കോസോറിക്, മൻസിഫിലിറ്റിക്, റെസ്റ്റോക്സ്, 3 മയാസമുള്ള ഒരു മെഡിസിനാണ് സൈക്കോ സോറിക് ആൻഡ് സിഫിലിറ്റിക് മയാസംസ് ഉണ്ട്. എന്താണ് ഇതിന്റെ സിഫിലിറ്റിക് സിംറ്റം എന്ന് പറഞ്ഞാല് ഇൻഫ്ലമേഷൻ വന്നിട്ട് സ്റ്റിഫായി പോകും, ഒരു ഫ്രീ മൂവ്മെന്റ് കിട്ടത്തില്ല. അത് നല്ലപോലെ മെഡിസിൻ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ സ്വെല്ലിംഗ് ഉണ്ടാകും. അപ്പൊ ഡീജനറേഷനും ഡിസ്ട്രക്ഷനും ഉള്ളത് കൊണ്ടാണ് റെസ്റ്റോക്സിന്റെ സിഫിലിറ്റിക് സിംറ്റം എന്ന് പറയുന്നത്. സോറിക്ക് എന്താ, ഡ്രൈ കോൾഡ്, കോൾഡ് വെറ്റ് വെതർ അഗ്രവേഷൻ. സൈക്കോ എന്താ, സ്വെല്ലിംഗ്, ജോയിന്റ്സിലൊക്കെ ലോക്കലൈസ്ഡ് സ്വെല്ലിംഗ് ഉണ്ടാകുന്നു. എവിടെ ഇൻഫ്ലമേഷൻ, എവിടെ സ്വെല്ലിംഗ്, അക്യൂട്ട് അല്ല, ക്രോണിക് ഇൻഫ്ലമേഷൻ, സ്വെല്ലിംഗ്, എക്സസീവ്നെസ്, എക്സസീവ് ആൻഡ് എക്സ്ട്രീം. ഇതാണ് സൈക്കോയുടെ സിംറ്റം. അത് അപ്പൊ ഇത് 3 റെസ്റ്റോക്സിനകത്തുണ്ട്. ഫസ്റ്റ് മൂവ്മെന്റ്, കണ്ടിന്യൂസ് മൂവ്മെന്റ്, റിലീഫ്, റിജിഡിറ്റി വിത്ത് സ്റ്റിഫ്നെസ്. റെസ്റ്റോക്സിന്റെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് സോറിക് സിംറ്റംസ് ആണ്. ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റ് റിലീഫ്, റിജിഡിറ്റി വിത്ത് സ്റ്റിഫ്നെസ് സൈക്കിൾ, ഈവനിങ് ആൻഡ് നൈറ്റ് അഗ്രവേഷൻ സിഫിലിറ്റിക്, റെയിൻ ആൻഡ് കോൾഡ് അഗ്രവേഷൻ, ആഫ്റ്റർ മിഡ് നൈറ്റ് വാംത്ത്. റെസ്റ്റോക്സിന്റെ വളരെ ഷാർപ്പായിട്ടുള്ള എല്ലാം നമ്മൾ പഠിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചെറിയ ഒരു മൊഡാലിറ്റിയാണ് ഇത്. നമുക്ക് വളരെ പ്രയോജനം ചെയ്തു. ഇതിനകത്ത് ഒരു 3 എണ്ണം കവർ ചെയ്യുകയാണെങ്കിൽ റെസ്റ്റോക്സ് 10 എണ്ണം ധൈര്യമായിട്ട് കൊടുക്കാം. ഫോളോ അപ്പ് വിത്ത് കാൽക്കേറിയ പ്ലൂർ, ഭയങ്കര റിസൾട്ട് കിട്ടും. ബ്രൈ വിത്ത് റെസ്റ്റോക്സ്, പൈറ്റിലൊക്കെ മോളിലെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല. മെഡിസിനീസ് കാണാം പൈറ്റിലൊക്കെ. അത് ബ്രൈന്റെയും റെസ്റ്റോക്സിന്റെയും കോമ്പിനേഷനാണ്. സൈക്കോ സോറിക് എന്ന് പറയുമ്പം ഒരു ശരിക്കും ഡീനറേറ്റീവ് ഡിസ്ട്രക്റ്റീവ് സിവിലിറ്റിയിലേക്കിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഒരു മയാസ്മ. അതിന്റെ സിബിലിറ്റിക് സിംറ്റംസ്, ഫൈറ്റിലൊക്കെ സിബിലിറ്റിക് മെഡിസിൻ ആണ്. റൈറ്റ് സൈഡ് കംപ്ലൈന്റ് ആണ്. റൈറ്റ് സൈഡിൽ വെച്ച് കിടക്കുമ്പോൾ അഗ്രവേഷൻ വരും. ബ്രൈയും ഫൈറ്റിലൊക്കെയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. റെസ്റ്റഡ് അപ്പോൺ റിലീഫാണ് ബ്രൈ, പക്ഷേ ഫൈറ്റിലൊക്കെ ആ വശം വെച്ച് കിടക്കുമ്പോൾ കൂടും. ലൈങ് ഓൺ റൈറ്റ് സൈഡ് അഗ്രവേഷൻ, റെസ്റ്റ് അഗ്രവേഷൻ, മൂവ്മെന്റ് റിലീഫ്, റെയിൻ അഗ്രവേഷൻ ഉണ്ടാവും. അതാണ് റെസ്റ്റോക്സിന്റെ സിംറ്റം. കോൾഡ് ഡാമ്പ് അഗ്രവേഷൻ, നൈറ്റ് അഗ്രവേഷൻ, മൈഗ്രേറ്റിംഗ് ഷിഫ്റ്റിംഗ് പെയിൻ ആൻഡ് സ്ട്രെച്ചിങ് റിലീഫ്. നമ്മളെ അടുത്ത് വന്നിട്ട് വേദന വരുമ്പോൾ ഇങ്ങനെ കൈയിട്ട് കുടയത്തില്ല, സ്ട്രെച്ച് ചെയ്യും, എപ്പോഴും സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് റെയർ പെക്യുലർ സിംറ്റംസാ. വേറെ ഒരു മൊഡാലിറ്റിയും ചോദിക്കണ്ട. റെസ്റ്റോക്സ് അല്ലെങ്കിൽ ഫൈറ്റിലൊക്കെ ആയിരിക്കും. അത് ഇതിന് മാത്രമല്ല, ഈ ക്യാൻസറിൽ പോലും നമ്മുടെ ബ്രസ്റ്റ് മാറ്റി കഴിഞ്ഞിട്ടുള്ള ലിംഫോഡിനൈറ്റിസ് വന്നിട്ടുള്ള നീരില് ഈ നമ്മുടെ തെറാപ്പറ്റിക് അപ്രോച്ച് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട്
ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. മൈഗ്രേറ്റിംഗ് ഷിഫ്റ്റിംഗ്, മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു വലിയ മെഡിസിൻ ആണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? നമുക്ക് ഷിഫ്റ്റിങ്ങും മൈഗ്രേഷനും ചേഞ്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരണം. അപ്പൊ ചൈനയിൽ നമ്മുടെ ഒറിജിനൽ ഇല്ല. അപ്പൊ മൈഗ്രേറ്റ് ദ പെയിൻ ഫ്രം ബ്രസ്റ്റ് ടു ഷോൾഡർ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റില് വേദന കാണണമെന്നില്ല, ഒറിജിൻ എവിടെ നിന്നാണെന്ന് കാണാൻ പറ്റും. റേഡിയേറ്റിംഗ് പെയിൻ ആണ്, കണ്ടിന്യൂറ്റി ആണ്. ഷിഫ്റ്റിംഗ് പെയിൻ എന്ന് പറയുമ്പോൾ ഒരിടത്തുനിന്ന് മൈഗ്രേഷൻ പോലെ തന്നെയാണ്, പക്ഷെ അതിന്റെ റൂട്ട് കാണത്തില്ല, അപ്പാടെ എടുത്ത് അപ്പുറത്തോട്ട് പോയി. ലൈങ് ഓൺ റൈറ്റ് സൈഡ്, എഫക്റ്റഡ് സൈഡ് അഗ്രവേഷൻ, റെസ്റ്റ് അഗ്രവേഷൻ, മൂവ്മെന്റ് റിലീഫ്. അപ്പം ബ്രൈന്റെയും റെസ്റ്റോക്സിന്റെയും കൂടെ വരുന്ന വളരെ മൊഡാലിറ്റിയും വളരെ പതോളജിയും റിലേഷൻഷിപ്പ് ഉള്ള ഒരു മെഡിസിൻ ആണ് വൈറ്റുലക്കാർ. ബ്രൈൻ മൂവ്മെന്റ് അഗ്രവേഷൻ, റെസ്റ്റ് റിലീഫ്, പ്രഷർ റിലീഫ്, കോൾഡ് റിലീഫ്. എന്താ കോൾഡ് റിലീഫ്? കാരണം പ്യുവർ സൈക്കോട്ടിക് മെഡിസിൻ. കോൾഡും കോൾഡ് അറ്റ്മോസ്ഫിയറും റിലീഫാണ്, ചൂടും ചൂട് അറ്റ്മോസ്ഫിയറും കൂടും. സ്ലൈറ്റ് മൂവ്മെന്റ് പോലും കൂടും. പ്ലൂറസിയിലൊക്കെ ക്യാൻസറിന്റെ 3rd സ്റ്റേജ് പ്ലൂറസി, ലങ് പ്ലൂറസിയിലും മൾട്ടിപ്പിളും റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിട്ട് നമുക്ക് റേഡിയേഷനും കീമോ കഴിഞ്ഞിട്ട് മൾട്ടിപ്പിൾ മെറ്റാസ്റ്റാസിസിൽ പ്ലൂറസി വിത്ത് എഫ്യൂഷൻ ആസ്പിറേറ്റ് ചെയ്തിട്ട് പിന്നെ റിക്കർ ചെയ്യുന്ന കേസസ് എനിക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ മൊഡാലിറ്റി അതിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെയേറെ എഫക്റ്റീവായിട്ട് ബ്രൈ 0 കാലിയൈഡൈഡ് 0 അങ്ങനെയൊക്കെയുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മൊഡാലിറ്റിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ മെഡിസിൻ പഠിക്കുമ്പോൾ പലപ്പോഴും അത്ര ഡെപ്തിൽ നമ്മൾ പഠിക്കാറില്ല, ചികിത്സയിൽ അത് ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഫെയിലുവർ വരുന്നത്. ലൈങ് ഓൺ എഫക്റ്റഡ് സൈഡ് റിലീഫ്, ലൈങ് ഓൺ റൈറ്റ് സൈഡ് റിലീഫ്, റൈറ്റ് സൈഡ് ഡെഫക്ഷൻസ്. നാട്രം കാർ, കാലികാർബാണല്ലോ സാർ. കാലികാർ സ്ക്രീനിൽ ഇച്ചിരി പ്രശ്നമുള്ളൂ. ഇപ്പൊ കാലികാർബ് ഉണ്ട്. കാലികാർബ് കാലി ചില്ലി ഗ്രൂപ്പാണ്, ഹൗസ് ഓറിയന്റഡ് ആണ്, ഭയങ്കര സ്വാർത്ഥനാണ്. മക്കൾ ജനിക്കുന്നതിന് മുമ്പേ മക്കൾ ആരാകണമെന്ന് അവര് പ്രപ്പോസ് ചെയ്ത് അതിനുവേണ്ടി ഒരുക്കും. അതിന് വേണ്ടിയിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ പാത്രം വെച്ച് കാശ് സമ്പാദിക്കുമായിരുന്നു. എന്റെ മകനെ ഡോക്ടർ ആക്കണം, എഞ്ചിനീയർ ആക്കണമെന്ന് വെച്ചിട്ട് അന്ന് തൊട്ട് സമ്പാദിച്ച കാലികാർബ്. അപ്പൊ കാലികാർബിന് പതോളജി ഡെവലപ്പ് ചെയ്യുന്നത് കാലികാറിന്റെ മാനസികാവസ്ഥയ്ക്ക് തെറ്റായിട്ട് മക്കള് വഴിതിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ കാലിക്കാർ പിന്നെ ഒത്തിരി കാലം ജീവിക്കത്തില്ല. അതാണ് കാലികാർബിന്റെ സെന്റിമെന്റ്സും ഹൗസ് റിലേഷൻഷിപ്പും ഹൗസ് ഓറിയന്റഡ് അടക്കുന്ന വിത്തൽ കോഷൊക്കെ പറയുന്ന കാര്യം അതാണ്. ബ്രൈന്റെ ഓപ്പോസിറ്റ് ആണ്. റെസ്റ്റ് അഗ്രവേഷൻ ആണ്, മൂവ്മെന്റ് റിലീഫാണ്, വാംത് റിലീഫാണ്, പ്രഷർ അഗ്രവേഷൻ ആണ്, റൈഡിങ് റിലീഫാണ്. ഫൈൽസിലൊക്കെ അങ്ങനെയാണല്ലോ, റൈഡിങ് കൊണ്ട് റിലീഫ് കിട്ടുന്നതാണ്. അപ്പം കാലികാർബ്, വൈറ്റുലക്ക, റെസ്റ്റോക്സ്, കാലികാർബ്, കൽക്കറിയ ഫ്ലൂർ ഒക്കെ നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കണം. അതിൽ ഏറ്റവും വളരെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഇതാണ്. അതിപ്പോ നിങ്ങളത് കോപ്പി ചെയ്തിട്ട് അത് വെച്ച് റുമാറ്റിസം ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ഒരു റുമാറ്റിക് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കൽക്കേറിയ മെഡിസിൻ ഏതാണ്? കാൽക്കേരിയ ഫ്ലോർ. കൽക്കേറിയ ഫ്ലോർ. കൽക്കേറിയ ഫ്ലോറിൽ റെസ്റ്റ് അഗ്രവേഷനാ, ബ്രൈക്ക് ഓപ്പോസിറ്റ്, ഫൈറ്റുലക്ക പോലെയാ. മൂവ്മെന്റ് റിലീഫ്, റെസ്റ്റോക്സിന്റെ സിംറ്റം ഉണ്ട്. ഫുൾ മൂൺ അഗ്രവേഷൻ, ന്യൂ മൂൺ അഗ്രവേഷൻ, ബാക്ക് പെയിൻ ഇൻ പ്രഗ്നൻസി വിത്ത് ബ്ലീഡിംഗ് ഹെമറോയിഡ്സ്. ഇപ്പൊ കൽക്കറിയ ഫ്ലൂയിഡിന്റെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലീഡിംഗ് ഹെമറോയിഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ഓർ വിത്ത് എനി വെരിക്കോസ് വെയിൻ ഒക്കെ ഉള്ളവരില്. എന്താ വെരിക്കോസ് വെയിന്റെ കൽക്കറിയ ഫ്ലോറിന്റെ ഇൻഡിക്കേഷൻ? ഒത്തിരി പേര് തെറ്റിക്കൊടുത്ത് ഒത്തിരി കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അമാമിൽസ് ഒക്കെ കൊട്ടക്കണക്കിനാ കൊടുക്കണം. അമാമിലിസിന് വാസ്കുലാരിറ്റി ഇൻഫ്ലേഷൻ ഉണ്ടെങ്കിലും ബ്ലീഡിംഗ് ഇല്ലെങ്കിൽ അമാമിലിസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ പൈൽസിലും അങ്ങനെ. അപ്പൊ നമ്മളതിന്റെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കാൻ നോക്കി പഠിച്ചിട്ട് ചെയ്താൽ മതി. പ്രൊട്രൂഷൻസ് ഉണ്ട്, പെയിൻ ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്,
ഡ്യൂ ടു എവിടെയാണ് ഒരു വാസ്കുലാർ കൺജഷൻ ആണ് കാൽക്കേറിയ ഫ്ലോറിലുള്ളത്. ഇപ്പൊ പ്രഗ്നൻസിയിലും വാസ്കുലാർ കൺജഷൻ വരുമ്പോൾ വീനസ് കൺജഷൻ വന്നിട്ടുള്ള ബ്ലീഡിംഗ് ആണ് കാൽക്കേറിയ ഫ്ലോറിൽ. അതുപോലെ തന്നെ ഒരു മെഡിസിൻ ആണ് കൊളൻസോണിയ. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഇല്ലാത്ത ഒരു മെഡിസിൻ ആണ് ആലോസ്. ബ്ലീഡിംഗ് ഇല്ല, ബാക്കി എല്ലാ കൺജഷൻസും വരും വീനസിൽ. ഓക്കെ, കൊബാൾട്ടം. Cobaltum is a very, very, very good medicine for hard working ത്രൂഔട്ട് ഇരിക്കുന്ന സഡൻഡറി ഹാബിറ്റ്സ് ഉള്ളവരിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിനാണ് കാലിക്കാർ പോലെ, സിംഗമെറ്റ് പോലെ കൊബാൾട്ടം. കൊബാൾട്ടം ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ക്യാൻസറും അവരിലെ റേഡിയേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കൊബാൾട്ടം റേഡിയേഷൻ ഏതെങ്കിലും വിധത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എക്സ്റേ യൂണിറ്റിൽ വർക്ക് ചെയ്യണവർക്ക്, സ്കാനിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പുരുഷന്മാർക്ക് ഏത് ടൈപ്പ് സ്കാൻ ആണെങ്കിലും, അടുക്കളയിൽ കുറെ കാലമുള്ള റേഡിയേഷന് വിധേയമായിട്ട് തീരെടുത്ത് ജോലി ചെയ്യുന്നവര്, കൊല്ലന്മാർ, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പില് പതോളജി ഡെവലപ്പ് ചെയ്യുന്നതിന് മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന കൊബാൾട്ടം റേഡിയേഷനൊക്കെ പോലെ തന്നെ അതിനകത്ത് നിന്ന് എടുക്കുന്ന നമ്മുടെ കൊബാൾട്ടത്തിന് ഭയങ്കര ഒരു തെറാപ്പറ്റിക്സ് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാക്ക് പെയിൻ അഗ്രവേഷൻ സിറ്റി ലൈക്ക് എസ്കുലസ്. എസ്കുലസിന്റെ ഒരു കാര്യം ഇരുന്നാൽ കൂടും, കൊബാൾട്ടത്തിന് ഇരുന്നാൽ കൂടും. വാം റിലീഫാണ്, മറ്റേത് കോൾഡ് റിലീഫാണ്. പ്രൊലോങ്ഡ് ഡ്രൈവിംഗ്, കാലിക്കാർ പോലെ തന്നെ പ്രൊലോങ്ഡ് ഡ്രൈവിങ്ങിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് കൊബാൾട്ടം. ഹോഴ്സ് ബാക്ക് റൈഡിംഗ് ലൈക്ക് റൂട്ട, മോർ ആൻഡ് മോർ പുഷിംഗ് ആൻഡ് പ്രസിംഗ്. അപ്പൊ ആ പതോളജി ഉള്ളവരിൽ ഈവൻ ക്യാൻസറിൽ പോലും നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാം. എന്താ കൊബാൾട്ടം മെറ്റിന്റെ പണ്ടത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചുരുക്കി പറയാം. പണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വന്ന് നിങ്ങൾ കേട്ടിട്ടുള്ളവർക്ക് മടി തോന്നരുത്, 82 വയസ്സുള്ള ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലുള്ള ഒരു വലിയ അലോപ്പതി മെഡിക്കൽ സ്റ്റോർ ചെയ്യുന്നതിന്റെ ഇപ്പൊ അവർക്ക് 3ാമത്തെ തലമുറയായി. അത്രയും ഫേമസ് ആയിട്ടുള്ള നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ഉസ്താദിനെ ബ്ലീഡിംഗ് പെർ റെക്ടം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് എല്ലാം പരിചയമുള്ള ഡോക്ടർമാരാണ്. അവരെല്ലാം പരിശോധിച്ച് എല്ലാവരും എല്ലാം ചെയ്തിട്ടും ഈ റെക്ടൽ ബ്ലീഡിങ് നിൽക്കുന്നില്ല. അവരെല്ലാം പരിശോധിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന് പാഡ് വെക്കാതെ നടക്കാൻ പറ്റത്തില്ല. വലിയൊരു VIP ആ, ധനാഢ്യനും. ആരോ പറഞ്ഞറിച്ച് എൻ്റെ അടുത്ത് വന്നു. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോ ഞാൻ ഓർത്ത് എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കാണണമല്ലോ, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്നെയും തിരക്കി ഇങ്ങനെ മെഡിക്കൽ കോളേജിന്റെ വാതിക്കുള്ള ഇത്ര ഫേമസ് ആയിട്ട് ഒരാൾ ഇത്രയും ചികിത്സ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് നോക്കി ക്രോട്ടാലസോൾഡസ് ഒക്കെ കൊടുത്ത് വിട്ടെങ്കിലും ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോ കുറവില്ല ഡോക്ടറെ, സിവിയറാന്ന്. ഞാൻ എന്റെ പ്രയറിലൊക്കെ അത് പെടുത്തി നോക്കി കഴിഞ്ഞപ്പോ എനിക്കൊരു സി എന്ന് പറഞ്ഞൊരു ഇൻഡ്യൂഷൻ കിട്ടി. ഞാൻ നോക്കിയപ്പോ കോബാൾട്ടം മെറ്റിനകത്ത് ഒരു ക്ലൂ ഉണ്ട്. എന്തുവാ? ബ്ലീഡിംഗ് പെർ റെക്ടം നോട്ട് റിലേറ്റഡ് വിത്ത് സ്റ്റൂൾ. എല്ലാരും അദ്ദേഹം പറഞ്ഞ മുഴുവനെയും കക്കൂസി പോകുമ്പോഴെന്ന്. ഈ ചോദ്യം മാത്രം ഞാനും ചോദിച്ചില്ല, ആരും ചോദിച്ചില്ല, എല്ലാരും പരിശോധിച്ചത്. അപ്പൊ അദ്ദേഹം പോയിരിക്കുമ്പം ഭയങ്കരമായിട്ട് പേടിയാണ്. മലം പോവാതെ തന്നെ കഴുകിപ്പോകും. മലം അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പോവുകയും ചെയ്യും. അപ്പൊ ആ ഒരു ഇത് കീനോട്ട് സിംറ്റം. അപ്പൊ അത്രയും പ്രൊലോങ്ഡ് സിറ്റിംഗ് വരുത്തുന്ന വിപത്തിനുള്ള റൂട്ട, കാലിക്കാർ, കൊബാൾട്ടം 3 മയാസത്തിലുള്ള 3 മരുന്നാണ്. ഇപ്പൊ പേഷ്യന്റിനെ തരംതിരിച്ച് നമുക്ക് കൊടുത്താൽ വളരെ എഫക്റ്റീവ് ആയി. റിജിഡിറ്റി ഓഫ് മസിൽ, അഗ്രവേഷൻ, ലീസ്റ്റ് മൂവ്മെന്റ്, റെസ്റ്റ്, ഒളിയൻ ചക്രാണ്ടി ഈ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസിലെ ഗെറ്റിസ്ബർഗ് വാട്ടർ ഒളിയൻ ചക്രാണ്ടിയേക്കാൾ ഒത്തിരി നല്ലതാണ്. ഇത് ഹിമാലയ പർവ്വതത്തിലെ മഞ്ഞുതുള്ളികളിൽ നിന്ന് എടുക്കുന്ന ഒരു മെഡിസിനാണ്. ഭയങ്കര എഫക്റ്റീവ് ആണ് സ്റ്റിഫ്നെസ് കുറയാൻ. നമ്മൾ പഴയ റെസ്റ്റോക്സ് ഒക്കെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആർത്രൈറ്റിസ് വന്ന് സ്റ്റിഫായിട്ട് പോയി കഴിഞ്ഞാൽ, ഇപ്പം ആളുകളെ കാല് കണ്ടാണ് ഡ്രാഗിങ് ഓഫ് ലെഗ് വെൻ വാക്കിംഗ്, ഇങ്ങനെ കാല് വലിച്ച് അകത്തി വെച്ചിട്ട് ഇങ്ങനെ ചാഞ്ഞ് നടന്നു വരുന്നവരുടെ ശരിക്കും കാലിയടയാണ് ആ മെഡിസിൻ. ഡ്രാഗിങ് ഓഫ് ലെഗ്സ് വെൻ വാക്കിംഗ് വിത്ത് ലിംബിംഗ് ഗേറ്റ്. കാലിയടയുടെ കൊടുത്തു കഴിഞ്ഞാല് ഈ സ്റ്റിഫ്നെസ് കുറയാൻ പാടുവരും. ഇപ്പൊ ഗെറ്റിസ്ബർഗ് വാട്ടർ 30 twice daily for 1 month കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടലി അത്ഭുതകരമായ ഒരു ചേഞ്ചസ് ഈ പോസ്റ്ററിൽ
ഈ നടക്കുന്ന പോസ്റ്ററിൽ ചേഞ്ച് വരുമ്പോ തന്നെ ആളെന്ത് സ്മാർട്ട് ആവുമെന്ന് അറിയാം. ആക്ച്വലി നടത്ത എങ്ങനെയെന്ന് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് പറഞ്ഞ. നടക്കണ കണ്ടിട്ടില്ലേ? വാദം വന്നിട്ട് ഇങ്ങനെ അവർക്ക് മുട്ട് മടക്കാൻ പറ്റത്തില്ല. മുട്ട് മടക്കാത്തത് കൊണ്ട് അവരിങ്ങനെ വലിച്ചു വലിച്ചു വെക്കും. അപ്പൊ വലിച്ചു വലിച്ചു വെക്കുമ്പോ ഇങ്ങനെ അകന്നു പോകും. അകന്ന് വലിച്ചു വെക്കുമ്പോ ആ സൈഡിലോട്ടും ഈ സൈഡിലോട്ടും തിരിഞ്ഞിട്ട് ഒന്ന് ചിന്തിച്ചു. ഒത്തിരി പേരങ്ങനെ നടന്ന് വന്നു കണ്ടില്ലേ? മുട്ടിങ്ങനെ വടി പോലെ ആയിരിക്കും, കാല് വളഞ്ഞതായിരിക്കും. എന്നിട്ടിങ്ങനെ വള്ളം തിരിയണ പോലെ, വെള്ളത്തിൽ തിരിയണ പോലെ ഇങ്ങനെ വലിച്ചു 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 വെച്ച് വെച്ചു. കണ്ടിട്ടില്ലേ അങ്ങനെ ഡോക്ടർ? ഉണ്ട്. വിരളൊക്കെ ഇങ്ങനെ വിരളൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കുമല്ലോ ഇങ്ങനെ. വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇവർക്ക് പഴയത്തില്ല. അപ്പൊ ആക്ച്വലി അത് എവിടെയാ സംഭവിക്കുന്നത് പറഞ്ഞാൽ അവർക്ക് കാല് മടക്കാൻ പറ്റത്തില്ല. അതാണ്. അപ്പൊ മടക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? നീയുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിൽസ് സ്റ്റിഫായി പോണമുണ്ട്. അപ്പൊ കാല് മടക്കി നടന്നാൽ ഈ വേഷം കെട്ടൽ വരത്തില്ല, ഈ പോസ്റ്റർ അഡാപ്ഷൻ വരത്തില്ല. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ആരും കാണാതെ കാല് മടക്കി നടക്കാനുള്ള ഒരു ഉപദേശം കൊടുത്ത് ഈ ഗെറ്റിസ്ബർഗ് വാട്ടറിന്റെ കൂടെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും കൂടെ കൊടുക്കുകയാണെങ്കിലും ട്രെമൻഡസ് ആയിട്ടുള്ള ചേഞ്ചസ് വരും. ഒളിയൻ ചക്രാണ്ടി കൊടുക്കാം നമുക്ക്. അത് കുറച്ചുകൂടെ കൈക്കും കാലിനും ഒക്കെ ഉള്ള സ്റ്റിഫ്നെസ് കുറയാൻ കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞാൽ മീൻ നെയ്യിന്ന് എടുക്കുന്നതാണല്ലോ, നമ്മുടെ 7 C's ഗുളികയുടെ കണ്ടന്റ് നിന്ന് എടുക്കുന്നതാണ് ഒളിയൻ ചക്രാണ്ടി. ഇപ്പൊ ഗെറ്റിസ്ബർഗ് വാട്ടർ ആരും മറക്കാതിരിക്കട്ടെ. ഫോളോസ് ആഫ്റ്റർ റെസ്റ്റോക്സ്. അപ്പൊ റെസ്റ്റോക്സ് ഒത്തിരി ഉണ്ടോ സാറേ? സ്ലൈഡ് ഇനി ഒരുപാടുണ്ടോ നമുക്ക് പറയാൻ? എന്താണ് സമയം കഴിഞ്ഞ? സമയം 2:05 പോണു. അല്ല 10:05 പോണു. അത്രയും കഴിഞ്ഞു പോയാ? സമയം പെട്ടെന്ന് പോയി സാറേ. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് ഒരു ക്ലാസ് കൂടെ എടുക്കുന്നതാണ്. കേട്ടോ, നമുക്ക് ക്ലോസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് കൽക്കരി ഫ്ലോർ, റേഡിയം വൈഡ്, തൂജ, മെഡോറിനം, ഈ മയാസം നോക്കിയിട്ട് അത് ഫോളോ ചെയ്യണം. ഇതുകൊണ്ടാ റേഡിയം ബ്രോമൈഡ്. റേഡിയം ബ്രോമൈഡ് എന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാതെ ഹോമിയോപ്പതി റുമാറ്റിസം ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സാറേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ? എനിക്കൊരു 10 മിനിറ്റ് കൊടുത്താ? 10 മിനിറ്റ് കൂടെ 10 മിനിറ്റ് ആയാൽ തീരുവോ? എന്നാലും ഈ കേട്ടതിന്റെ തീർന്നില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് നമുക്ക് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ. അല്ലേ സാറേ? കാരണം ഈ റേഡിയം ബ്രോമൈഡ് ഒത്തിരി ഉണ്ട് പറയാൻ. ഈ സംശയങ്ങൾ ചോദിക്കാനുള്ള സമയം ഇന്ന് കൊടുത്തിട്ടില്ല. ചോദിച്ചോ, സംശയം ചോദിച്ചോ. ഇവിടെ വെച്ച് നിർത്തിയിട്ട് ഞാൻ ചെയ്ത് പറയാം. സംശയം വിശദമായിട്ട് എല്ലാവർക്കും ചോദിക്കാൻ പറഞ്ഞോളൂ, ചോദിച്ചോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? അതേ ക്ലാസ് ഒരു 10 മിനിറ്റ് കൂടെ ആയാലും തീരുവോന്ന് അറിയത്തില്ലല്ലോ സാറേ. ക്ലാസ് തുടരുന്നതായിരിക്കും എല്ലാവർക്കും സന്തോഷം. ആണോ? ഡിസ്കഷന് കൊടുക്കാതെ. ഞാൻ പറയുന്ന അടുത്തൊരു ക്ലാസ്സിൽ കൂടെ വിശദമായിട്ട് ബാക്കി ക്ലാസ്സും കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് ശനിയാഴ്ച ഒരു ഇതിന്റെ തുടർച്ച വെക്കാൻ പറ്റുമോ? സാറാസ് കിട്ടുമോ? ശനിയാഴ്ച ദോഷം എന്ന് പറഞ്ഞാൽ ശനിയും തിങ്കളും എനിക്ക് ഭയങ്കര തിരക്കുള്ള ദിവസം. പ്രാക്ടീസ് ചെയ്യുമ്പോ തന്നെ അടുത്ത ചൊവ്വാഴ്ച വെക്കാം സാറേ. നോക്കാം. അപ്പൊ എനിക്കൊരു 5 മിനിറ്റ് കൂടെ അനുവദിക്കും. അതുകൊണ്ട് ഞാനിപ്പോ മതി സാറേ. സാർ തുറന്നു. കണ്ടോ? റേഡിയം ബ്രോമൈഡ്, സിവിയർ പെയിൻ ഇൻ ഓൾ ലിംസ്, ജോയിന്റ് ആൻഡ് ആംഗിൾ, ഷാർപ്പ് പെയിൻ ഇൻ ഷോൾഡർ, ആം, ഫിംഗർ, ലെഗ്, നെക്ക്, ഫീൽ ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ ആസ് ഐ വുഡ് ബ്രേക്ക് ഓൺ മൂവിങ്. അതൊരു പേഷ്യന്റ് അങ്ങനെയായിരിക്കും. പൊട്ടിപ്പോകും ഡോക്ടറെ, അനങ്ങാൻ പാടില്ലെന്നാ പറയണത്. ഫീൽ ഹെവി, നടക്കാൻ പാടില്ലെങ്കിലും ആരെയും കൊണ്ട് സപ്പോർട്ട് ചെയ്യിക്കത്തില്ല. കാര്യം അത്രയും ക്രാക്കിംഗ് ഓഫ് ഷോൾഡർ. റേഡിയം ബ്രോമൈഡിന്റെ ഷോൾഡർ മാത്രമേ ക്രാക്കുള്ളൂ, വേറെ എങ്ങനെയില്ല. പെയിൻ ഇൻ ടോസ്, ക്ലേവ്സ്, ഹിപ്പ് ജോയിന്റ്, ഹോളോ ഓഫ് നീ, സോർ ടു ടച്ച്, വേഴ്സറ്റ് നൈറ്റ്, സോറിക് ഇറപ്ഷൻസ് ഇൻ ഫിംഗർ, ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ, കണ്ടിന്യൂസ് മൂവ്മെന്റ് റിലീഫ്. അമോണിയം പോസ്. എന്താ അമോണിയം പോസ്? അമോണിയം പോസ് നോഡുലാർ സ്വെല്ലിംഗ് ഓൺ ദ ഫിംഗർ ജോയിന്റ്, എൽബോ ആൻഡ് ഹാൻഡ്സ്. അലോപ്പതി, മോഡേൺ മെഡിസിന്റെ അല്ലെങ്കിൽ ആയുർവേദമൊക്കെ ചെയ്ത് കഴിയുമ്പം കൈയുടെ മുട്ടുകളെല്ലാം, വിരലുകളെല്ലാം വീർത്തിട്ട് തൊപ്പിയിട്ടതുപോലെ ഇരിക്കും. ഭയങ്കര പെയിൻലെസ് സ്റ്റിച്ചിങ്. പെയിൻലെസ് ഓർ സ്റ്റിച്ചിങ് പെയിൻ ആയിരിക്കും. പെയിൻ കാണത്തില്ല. അതുകൊണ്ട് ഇപ്പൊ കുറഞ്ഞല്ലോ, കുഴപ്പമില്ലെന്ന് വെച്ചിട്ട് പോവും. ഒരു അംഗവൈകല്യത്തിന്റെ എല്ലാ ലക്ഷണവും വരും. ഇറ്റ്സ് ഓൺലി മെഡിസിൻ അമോണിയം പോസ്. ലിത്തിയം കാർബ്, റീനൽ സിംറ്റംസ് വിത്ത് റുമാറ്റിസ് ഓൾട്ടർനേറ്റ് വിത്ത് ഗാസ്ട്രൈറ്റിസ്. ഇപ്പൊ ഈ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു മോഡേൺ മെഡിസിന്റെ HCQ എന്നൊക്കെ പറയുന്നുള്ള വലിയ ഗുളിക കഴിക്കുമ്പോൾ ഗാസ്ട്രൈറ്റിസ് ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ
അത് കഴിക്കാത്തവരിൽ അതുപോലുള്ള സിംറ്റം റുമാറ്റിസം ഓൾട്ടർനേറ്റ് വിത്ത് ഗാസ്ട്രൈറ്റിസ്, യൂറിക് ആസിഡ് കൂടുക, റീനൽ സിംറ്റംസിൽ യൂറിക് ആസിഡ് കൂടിയാൽ മതി. ലിഥിയം കാർബിന്റെ ഒരു ഇൻഡിക്കേഷൻ. റുമാറ്റിസം ഓഫ് ഫുഡ്, കാൽക്കേരിയസ് പ്രൂ. കാൽക്കേനിയസ് പ്രൂവില് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് എന്താ? കാൽക്കേലിയസ് പ്രൂ എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ ഈ ഹീൽ പെയിൻ, ഹീലിലും അതിന്റെ മുകളിൽ ടെൻഡോക്ലിസിലും ഉണ്ടാകുന്ന സ്പ്രൂ ആണ് കണക്കാക്കി എടുക്കുന്നത്. പക്ഷെ കാൽക്കേനിയസ് പ്രൂ എല്ലായിടത്തും വരുവാണെങ്കിൽ ലിഥിയം കാർബ. ഹീലിന് മാത്രമാണ് അറേണിയ ഡയാഡിമ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, മറക്കരുതായിരുന്നു. കനാബിസ് സദൈവ എല്ലാരും വിട്ടുപോണ ഒരു മരുന്നാണ്. സ്റ്റിഫ്നെസ്, ഡിഫോമിറ്റി ആഫ്റ്റർ സ്പെയിൻ, കോസ്റ്റിക്കം, കൊയാക്കം, ബാസിലസ് നമ്പർ 7. ഇപ്പൊ ഷോൾഡർ റൊമാറ്റിസം ഒക്കെ വീണ് കഴിഞ്ഞിട്ട് ഷോൾഡർ സ്റ്റിഫായി പോവുകയാണെങ്കിൽ ബാസിലസ് നമ്പർ 7 ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ വിത്ത് കനാബിസ് സദൈവ. ഫോമിക്ക റുഫ, കീപ് ക്യാപ്, വൂളൻ ബാൻഡേജ് ടു റിലീവ്. നടന്നു വരുന്നവർ കണ്ടിട്ടില്ലേ, ചിലപ്പം വൂളൻ ബാൻഡേജ് ഇട്ട് കെട്ടിക്കൊണ്ടുവരും. അതാണ് അതിന്റെ റെയർ പെക്യുലർ ഇൻഡിക്കേഷൻ. എനിക്ക് ഒത്തിരി വണ്ടർഫുൾ ക്യൂർ കിട്ടിയിട്ടുണ്ട്. മെഡിസിൻ ഏതാണ്? റുമാറ്റിസം വിത്ത് വെസിക്കുലാർ പോളിഗ്ലോട്ടിക്ക അർട്ടിക്ക യൂറൻസിസ്. അർട്ടിക്ക യൂറൻസിസ് എന്താ? തീ പൊള്ളിയത് പോലെ ഇറപ്ഷൻസ് റുമാറ്റിസത്തിന്റെ കൂടെ വരും. കാന്തരീസ് റുമാറ്റിസം ഇല്ലാതെയും അർട്ടിക്ക യൂറൻസിസ് റുമാറ്റിസവും ത്തിന്റെ കൂടെ വരുന്ന. ഇപ്പൊ റീനൽ ഫെയിലുവറിൽ റുമാറ്റിസം വിത്ത് ഈ ഇറപ്ഷൻസ് വന്ന അർട്ടിക്ക യൂറൻസിസ് ക്രിയാറ്റിൻ കൂടെ കുറക്കും. ഫോമിക് ആസിഡ്, ഗൗട്ട് ആൻഡ് അലർജി ഓൾട്ടർനേറ്റ് ഉണ്ടോ? ഹൈ യൂറിക് ആസിഡ്, ASO ഹൈ, പെൻസിലിൻ പണ്ട് കൊടുത്തിരിക്കുന്നതിന് പകരം ASO കൊടുക്കുന്ന റൊമാറ്റിക് ഫീവറിലെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ആണ് ഫോമിക് ആസിഡ് ടിഞ്ചർ. ഹൈ യൂറിക് ആസിഡ് പറയാനും ഫോമിക് ആസിഡ് ഉപയോഗിക്കാം. പക്ഷെ വാസ്കുലാർ ഡിസീസസ് ഇല്ലാത്തവർക്ക് നമ്മൾ കൊടുക്കാവുള്ളൂ. ആസ്മ, അർട്ടിക്കേറിയ, റുമാറ്റിസം, പൈനസ്. ആസ്മ, അർട്ടിക്കേറിയ, റുമാറ്റിസം ഇത് 3 കൂടി വരുന്നവരിൽ പൈനസ് മാത്രം കൊടുത്ത് വെയിറ്റ് ചെയ്താൽ മതി. കാരിയാഡ്, ഡീനറേറ്റീവ് റുമാറ്റിസം, എഫ്യൂഷൻ, സ്വെല്ലിംഗ്, ഹൈട്രോട്രോപ്പിഡ് ജോയിന്റ്, ഡാംപ് അഗ്രവേഷൻ, നൈറ്റ് അഗ്രവേഷൻ, ലൈങ് റൈറ്റ് സൈഡ് അഗ്രവേഷൻ, മാസ്റ്റോ ഓസ്റ്റോപൈസ് സെഡിമെന്റേഷൻ, ഡിഫോമിറ്റി, റീപ്ലേസ്മെന്റ് ഡിവൈസ്. ഇത്രയും സുഖസുന്ദരമായിട്ടുള്ള ഒരു മെഡിസിൻ ഹോമിയോപ്പതി റൊമാറ്റിസത്തിനില്ല. റൊമാറ്റിസം പേഷ്യൻസിന് ഒരു കാൽക്കേറിയ കാർബിലുപ്പും ഒരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു നടപ്പും ഫാറ്റി ഒബ്യൂസ് ആയിട്ടുള്ള ഒരു ബോഡിയും പൊതിച്ചിട്ട് പാനിട്ട് കിടക്കുന്ന ഒരു പ്രകൃതവും ഇതായിരിക്കണം. ഇനി എല്ലാവരും വിശദമായിട്ട് ഇതുപോലെ ഒരു സ്റ്റഡി ചെയ്യുക. മെഡിസിൻ ഏതാണ് ഒന്ന് പറഞ്ഞ? മെഡോറിൻ ഉണ്ടോ? ഗൗട്ടി സ്വെല്ലിംഗ് ഇൻ ലാർജ് ജോയിന്റ്സ്, റെസ്റ്റ്ലെസ്നെസ് ലൈക്ക് സിംഗം, ജോയിന്റ് പെയിൻ അഗ്രവേഷൻ, റെസ്റ്റ്, സ്വെല്ലിംഗ് വിത്ത് ഡീനേഷൻ വിതൗട്ട് ഡിസ്ട്രക്ഷൻ. അവിടെ സ്വെല്ലിംഗ് എന്താ? സൈക്കോട്ടിസത്തിന്റെ ഡീപ് മെഡിസിൻ അല്ലേ? ഇപ്പൊ സൈക്കോട്ടിസത്തിൽ വീക്കം കൊണ്ട് നമ്മൾ ഭയപ്പെടുത്തുമെങ്കിലും ഡിസ്ട്രക്ഷൻ ഇല്ല, സിബിലിറ്റിക് ഡിസ്ട്രക്ഷൻ ഇല്ല, മൂവ്മെന്റ് അഗ്രവേഷൻ ഉണ്ട്, റെസ്റ്റ്ലെസ്നെസ് ഉണ്ട്. അവര് രാത്രി എഴുന്നേറ്റ് പുറത്തിറങ്ങി നടക്കും വേദന കൊണ്ട്. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. രാത്രി ഓപ്പൺ എയറിൽ ഇറങ്ങി തണുത്ത വെള്ളം, ഫ്രിഡ്ജിലെ വെള്ളവും കുടിച്ച് പുറത്ത് നടക്കും. മദ്യപിക്കുന്നവരായിരിക്കും, സെക്ഷൽ ടൂറിസത്തിൽ അംഗങ്ങളായിട്ടുള്ളവരായിരിക്കും, അത് ഇഷ്ടപ്പെടുന്നവരായിരിക്കും, ലൈഫ് ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നവർ. എക്സ്ട്രീം ആൻഡ് എക്സസ് എന്നാണ് മെഡോറിനത്തെ പറ്റി പറയും. സൈക്കോട്ടിസത്തിന്റെ മനുഷ്യ ജന്മത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വാദനം സെക്ഷലി, ഫിസിക്കലി, ഫിനാൻഷ്യലി ഉണ്ടാക്കാനും കളയാനും ആസ്വദിക്കുന്നവരുമാണ് മെഡോറിന. Streptococcus, first movement, continuous movement, palpitation, bloody stool with bleeding gums, recurrent sore throat. But tonsillitis recurrent ആയിട്ട് വരുവാണെങ്കിൽ സ്ട്രെപ്റ്റോകോക്കിനും 200 വീക്കിലി വൺസ് കൊടുക്കാൻ മറക്കരുത്. സെപ്പറേറ്റ് ആർത്തറൈറ്റിസ്, സെപ്പറേറ്റ് എന്ന് വെച്ചാൽ വേദന കൊണ്ട് നീര് വന്ന് വേദന വരുന്നതിന് ആക്ടസ് പിക്കേറ്റ, ഹൈപ്പോസാനിയം, ബെൻസോയിക് ആസിഡ്, ബെർബറീസ്, അത്തിക്ക യൂറൻസ്, കോളോപൈലം, ഇഡിയോമ, ജിൻസൺ, അമോണിയം ഓർ സ്റ്റിക്റ്റ, ആക്ടറസ്മോസ, റാമിനസ് കാലിഫോർണിയ, സ്റ്റെലേറിയ, കോൾസിക്കം. സ്റ്റെലേറിയയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്തുവാ? സോറിയാറ്റിക് ആർത്തറൈറ്റിസ്. കോൾസിക്കം എന്താണ്? തൊട്ട കൈ വലിച്ചെളി. ആർണിക്ക പോലെ, ആർണിക്കയിലും സെൻസിറ്റീവ്. റാമിനസ് കാലിഫോർണിയ ഡീഫോമിറ്റി വിത്ത് പെയിൻഫുൾ സ്വില്ലിംഗ്. ആക്ടറസ്മോസ ക്രാംപ് വിത്ത് സിവിയർ ക്രാംപ് ഇൻ കാഫ് മസിൽസ്.
സ്റ്റിക്റ്റ കോവിഡ് കഴിഞ്ഞിട്ടുള്ള റൂമാറ്റിസത്തിനും ആസ്മയ്ക്കും സ്റ്റിക്റ്റ ഇസ് ദ ബെസ്റ്റ് മെഡിസിൻ. ഹൗസ് പേഴ്സിനി അമോണിയം മോർ എന്താ? അമോണിയം മോർ തൊടയിലെ മസ്കുലേച്ചറിന് റൊമാറ്റിസം വരും. ആംസ്ട്രിങ് ടെൻഡന് ദോഷം വരും. ഇഡിയോമ എന്ന് പറഞ്ഞാൽ തമ്പിന്റെ ജോയിന്റ്സിന് തമ്പിന് വീക്കം വരുന്ന ഒരു മെഡിസിൻ ആണ് ഇഡിയോമ. കൊളോഫൈലം മൈഗ്രേറ്റിംഗ് പെയിൻ ഇൻ സ്മോൾ ജോയിന്റ് എസ്പെഷ്യലി ഇൻ ഹാൻഡ്സ്. അത്തിക്ക യൂറൻസിസ് with urticarial eruptions. Berberis vulgaris, deep radiating swollen pain with gouty nodosis. Benzoic acid, cracking of joints. Hippomanus, wrist rheumatism is the best medicine. Actus piccata, all single and small joints. Ankylosing shoulder. അങ്ങനെ ഷോൾഡറിന്റെ നമ്മളുടെ അടുത്ത് വന്നിട്ടുള്ള സ്ഥിതി നമ്മൾ ബാസിൽസ് നമ്പർ 7 വിത്ത് കോസ്റ്റിക്കം ഗോയാക്കം 3C കൊടുത്തപ്പോൾ കിട്ടിയ ബെസ്റ്റ് റിസൾട്ട് ആണ് ഈ റൈറ്റ് സൈഡിൽ. 6 മന്ത് കഴിഞ്ഞപ്പോ എടുത്തു ഉണ്ടോ. ഗൗട്ടില് കോൾസിക്കം ആണ് ആ ഫസ്റ്റ് റെഡ്നെസ് ഓഫ്. കാലിയായിഡ് കൊടുത്തപ്പോ ക്യൂർ കിട്ടിയ ഒരു റൊമാറ്റിസം ആണ്. രണ്ടു മുട്ടും നമ്മൾ വ്യത്യാസം കണ്ട. നമ്മൾ കാലിയായിഡ് ലോ പൊട്ടൻഷ്യൽ 30 ആദ്യം കൊടുത്ത് 200 കൊടുത്ത് 6 മാസം കഴിഞ്ഞപ്പോ നമ്മൾ വണ്ണം കൊടുത്ത് അതിന്റെ കൂടെ കൊടുത്തിട്ട് ഗൊൽത്തേരിയ ടിഞ്ചറും കൽക്കരിയ പ്ലൂറും. ശരിക്കും അമോണിയം ഫോസിന്റെ ആർത്രൈറ്റിസ്, ഗാൻഗ്ലിയോണിക് സ്വെല്ലിംഗ്, ആസിഡ് പെൻസോയിക് നമ്മുടെ അടുത്ത് ട്രീറ്റ് ചെയ്തതാണ്. തെറാപ്പറ്റിക്സ് ഓഫ് ഹൈപ്പർടെൻഷൻ. അതെ. അപ്പം ഇത്രയാണ് റൊമാറ്റിസം. ഓഡിയോ വിളിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ കുറച്ചുകൂടെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ മേടിക്കാറുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് വേറൊരു ദിവസം അതിന് വേണ്ടി സമയം കിട്ടാം. എനി ഡൗട്ട് സോ ഫാർ? അത്യാവശ്യമുള്ളവർക്ക് ചോദിക്കാം. ഇതിലേ കോബാൾട്ട് വരെ നല്ല ഭംഗിയാവണ്ണം പറഞ്ഞത് ഞങ്ങൾ ആസ്വദിച്ച് അത്യാവശ്യം നോട്ടും എല്ലാം എഴുതിയെടുത്തു. പിന്നെ ആയപ്പോ ഇത്തിരി സ്പീഡായിപ്പോയി. നിങ്ങൾ എനിക്ക് വാൺ ചെയ്തോണ്ടല്ലേ അത് തന്നെ. അത് സാറ് എന്നെ പിരിച്ചുവിട്ട് കളയാന്നൊക്കെ പറഞ്ഞ ഞാൻ പിന്നെ അല്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, സാറ് ഇനി എന്തെങ്കിലും പറയാൻ സ്ലോ ആയിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഒക്കെ ചേർത്ത് നമുക്ക് ഇനിയിപ്പോ ചോദിക്കാനുള്ള നിങ്ങൾ ചോദിച്ചാൽ അതിന് ഞാൻ സമാധാനമായിട്ട് ഉത്തരം പറയാം. പറയാം. ഇല്ലെങ്കിൽ ഇത്രയും ഞാൻ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കൊന്ന് കാണിക്കണ്ടേ. എന്റെ നമ്മളെ ചികിത്സിച്ചിട്ട് ക്യൂർ കിട്ടിയ കേസൊക്കെ കാണിക്കണ്ടേ. അല്ലെങ്കിൽ കാണിക്കണ്ടേ. അത് പറ്റിയില്ല. അതുകൊണ്ട് അതെല്ലാം കൂടെ ചേർത്ത് ഒരു ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് തരണം ഒന്നുകൂടി. എന്താണ് ഞങ്ങളെ ഒരു താഴ്മയായ അല്ല, റിക്വസ്റ്റ്. അതിനകത്തല്ല അപേക്ഷയൊന്നും വേണം ഡോക്ടറെ. നമ്മളിതാ പറഞ്ഞത്. ഇപ്പൊ നമുക്ക് ആക്ച്വലി 45 മിനിറ്റ് ഒന്നും പോരാ. അതാണ് അത്. പക്ഷെ നമുക്ക് അതിന്റെ കാരണം ഇത് 7 മണി പോലെ തുടങ്ങുന്നതുകൊണ്ട് കുറെ പേര് ചിലപ്പോ അതിലേ കയറുന്നവരാണ്. ഇംഗ്ലീഷിൽ കയറുന്ന കുറെ പേര് എന്തായാലും കാണും. എന്നാലും 75 പേരെന്റെ കൂടെ ഉണ്ട് ഇന്ന്. 84 പേരിൽ കുറച്ച് പേര് പോയി. 81 ഉണ്ടായിരുന്നു ഒരു 10 മിനിറ്റ് മുമ്പ്. പിന്നെ ആളുകൾക്ക് തന്നെ അവരുടെ ഓരോരുത്തർക്കും അവരവരുടേതായ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാണും. പിന്നെ പറയൂ, എനി ഡൗട്ട് ആർക്കെങ്കിലും ചോദിക്കാൻ 2 ചോദ്യത്തിൽ ഇപ്പൊ സമയം കൂടെ കൊടുക്കും. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയങ്ങളെ കാണൂ സാറേ ചോദിച്ചാ. സംശയമൊന്നും ഇല്ല ആർക്കും. അത്രയും അവര് തറവാ. അല്ല, ഓരോരുത്തർ ചോദിച്ചാ പിന്നെ ഇഷ്ടം പോലെ അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്കിപ്പോ ഇത്രയും നിങ്ങൾ സഹിച്ചില്ലേ. സാർ, ജോയിന്റ് പെയിൻസ് അഗ്രവേഷൻ ഇമോഷൻ സാഗ്രിയ. ഓക്കെ സാർ, താങ്ക് യു. സാഗ്രിയ ഡെഫിനറ്റ് ആയിട്ട് അങ്ങനെ ഒരു സിംറ്റം കിട്ടുവാണെങ്കിൽ ഇറ്റ് വിൽ എഫക്ട്. പാലിയേഷനും കൂടെ കൊടുക്കണം നമുക്ക്. അതിന് ഗൊൽത്തേരിയ കൊടുത്താൽ മതി, ടിഞ്ചർ. ശരി സാർ, ശരി സാർ. ഓക്കെ സാർ, താങ്ക് യു. ഈ ഷോൾഡർ എപ്പോഴും ഇങ്ങനെ വീഴുന്നതിന് അതിനെന്ത് മെഡിസിൻ കൊടുക്കാൻ പറ്റും സാർ? എപ്പോഴും ഇങ്ങനെ ഷോൾഡറിന് ഷോൾഡർ ജോയിന്റ് തെറ്റും. ഡിസ്ലൊക്കേഷൻ. ഈസിലി ഡിസ്ലൊക്കേഷൻ. ഈസിലി ഡെക്കോസറ്റ് കാൽക്കേറിയ പോസ്റ്റ് എണ്ണം. ഈ ബാസിലസ് നമ്പർ 7 ട്വൈസ് ഡെയിലി. റൂട്ടാ 6 കൂടെ കൊടുക്കും. ഓക്കെ. റൂട്ടാ 6 കൊടുക്കുമ്പോ ആടലല്ലെങ്കിൽ റഗ്വോക്കിൻ്റെത് കൊടുക്കണം കേട്ടോ. 4 തുള്ളി 2 നേരം. 8 ml 140 രൂപ. അത് നല്ല മെഡിസിൻ. അതേ കൊടുക്കാവുള്ളൂ. റൂട്ടയുടെ ഏറ്റവും നല്ല എഫക്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അതിനകത്ത്. റൂട്ടാ 6C. ഓക്കെ. ഇതാ സൂര്യ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ ചോദിച്ചോളൂ. സൂര്യ ഡോക്ടർ
ആ ഹലോ യെസ്. ഡോക്ടറെ, സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഷോൾഡർ പെയിൻ ഉണ്ടാവുമോ ഡോക്ടറെ? ഉണ്ടാവല്ലോ. അതിന് എന്താ മെഡിസിൻ? സ്ട്രോക്ക് കഴിഞ്ഞിട്ട് ഷോൾഡർ പെയിൻ വരാനുള്ള കാര്യം അവിടെ ആ ടൈമിൽ വാസ്കുലാരിറ്റി കുറഞ്ഞു പോകും. ഓക്കെ ഡോക്ടർ, എന്റെ അപ്പൊ ഹസ്ബൻഡിന് ഷോൾഡർ പെയിൻ ആണ്, അതുകൊണ്ട് അതിന് ചെയ്യാനുള്ള ഡോക്ടറെ സ്ട്രോക്കിന്റെ ഏത് ഇൽ എഫക്റ്റ് ഉണ്ടെങ്കിലും ബോത്രോപ്സ് ലാൻസിനേറ്റ് 0.3 കൊടുക്കണം, കണ്ടിന്യൂസ് കൊടുക്കണം കുറെ നാൾ. അപ്പൊ ഈ നമ്മുടെ സെറിബ്രത്തിലെ ക്ലോട്ടിന്റെ റിമനൻസ് ഉണ്ടെങ്കിൽ, ഇൻപാർട്ട് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അബ്സോർവ് ചെയ്ത് പോകും. അബ്സോർവ് ചെയ്ത് പോകുമ്പോൾ ഭയങ്കര ഓജസ് കിട്ടും, തേജസ് കൊടുക്കും, അതിന്റെ എലിമെന്റ്സ് മാറും. ഓക്കെ, മൾട്ടിപ്പിൾ സ്ട്രോക്കിൻ ഹൈപ്പോതലാമസ് എന്നാ പറഞ്ഞത് പുള്ളിക്കാരനോട്. 2 സിംറ്റം, ഒന്ന് ഹെവിനെസ് ഓഫ് ഹെഡും ഈ ഷോൾഡർ പെയിൻ. കണ്ണടച്ചിരിക്കും എപ്പോഴും, കണ്ണ് തുറക്കാനേ പറ്റത്തില്ല, കണ്ണടച്ച എവിടെയെങ്കിലും ഇരിക്കുക. ഒപ്പിയം കൊടുക്കണം സാറേ, ഒപ്പിയം 0.3 കൊടുക്ക്. ഹൈപ്പോതലാമസ് 3x ഒരു ഗുളിക 2 നേരം, 3 ഗ്രേഡിന്റെ 3x ഒരു ഗുളിക 2 നേരം. ഒരു നേരം. ബോത്രോപ്സ് ലാൻസിനേറ്റ് 0.3 ആണ്, ഡെയിലി കൊടുക്കാം. അല്ലെങ്കിൽ 30 ആണെങ്കിൽ വീക്കിലി വൺസ്. ഒരു മാസം കൊടുക്കുമ്പോ അദ്ദേഹം ആക്റ്റീവ് ആവും. ബോത്തറോസും ഓപ്പിയവും ഹൈപ്പോതലാമസും 3 കൊടുക്കണോ? 3 കൊടുക്കണം. 3 കൊടുത്ത് കാര്യം അത്ര അഡ്വാൻസ്ഡ് പതോളജി ഉണ്ടായല്ലോ, അതിന്റെ എലിമെന്റ്സ് ഉണ്ടായല്ലോ. പിന്നെ ഹെവിനെസ് കൂടുകയാണെങ്കിൽ കാർബോണിയം സൾഫാണ് മെഡിസിൻ. ഇൻട്രക്രേനിയൽ വാസ്കുലാരിറ്റിയിൽ എന്തെങ്കിലും ഇഡിമാറ്റ സിംറ്റംസ്, സ്വെല്ലിംഗ് സിംറ്റംസ്, ഹെവിനെസ് സിംറ്റംസ്, പിന്നെ ഓക്സിജൻ കുറഞ്ഞ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ കറക്റ്റഡ് ബൈ കാർബോണിയം സൾഫ് 30. ഓക്കെ ഡോക്ടർ, എപ്പോഴും ഹെവിനെസ് ആണ്, കണ്ണടച്ചിരുന്നാൽ ഓക്കെ ആണ് ഡോക്ടറെ. കണ്ണ് കൊടുത്ത് ഈ പറഞ്ഞ ഇത്രയും മെഡിസിൻ കൊടുക്കണം. ഇത്രയും മെഡിസിൻ കൊടുക്കുക, എന്നാലേ എന്തെങ്കിലും ഗുണം ഇനി എന്റെ അനുഭവത്തിലുള്ളൂ. ഓക്കെ ഡോക്ടർ, ഞാൻ കൊടുത്തിട്ട് പറയാം ഡോക്ടർ. താങ്ക് യു സോ മച്ച്. വിളിച്ചു ഡോക്ടറെ. സൂര്യ ഡോക്ടറെ, അടുത്ത് മറിയാമ്മ ഡോക്ടറെ ഞാൻ നന്ദി പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അതിന് മുമ്പ് ഒരു ചോദ്യം സാറേ. ഫ്രോസൺ ഷോൾഡറിന് എന്ത് മെഡിസിൻ ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. കാൽക്കാരിയോ ഫ്ലൂറിടെണ്ണം, ബാസിലസ് നമ്പർ 7 200 പൊട്ടൻസ് കൊടുക്ക് ഡെയിലി. കാൽക്കാരിയോ ഫ്ലൂറിടെണ്ണം കൊടുക്ക്. തയോസിനാമിനം 3x. ഓക്കെ, അപ്പൊ അത് സമയം എടുക്കും കേട്ടോ, സമയം. ഡോക്ടർ, ഒരു സംശയമുണ്ട്. 200 പൊട്ടൻസി ഏതാ പറഞ്ഞത്? ബാസിലസ് നമ്പർ 7 എന്നുള്ളത് ഒരു പൊട്ടൻസി ഒരു മരുന്നാണ്. അല്ലല്ല, ബാസിലസ് നമ്പർ 7 200 പൊട്ടൻസി മേടിക്കണം. OPCഡിൽ മെഡിക്കേറ്റ് ചെയ്തിട്ട് 5 പിൽസ് ഡെയിലി രാത്രി, 3 ഗുളിക 2 നേരം. കാൽക്കാരിയോ ഫ്ലൂർ 3x. ഡോക്ടറെ, ഒരു സംശയം കൂടെ. ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നിട്ട് ക്രോണിക് കേസ്, അപ്പൊ ഈ കയ്യിലൊക്കെ ഡ്രം സ്റ്റിക്ക് അപ്പിയറൻസ് വന്നു, കാലില് വിരലൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഒരു റാ പോലെ ആയിപ്പോയി. അങ്ങനെയുള്ളതിന് നമ്മുടെ മെഡിസിൻസ് എന്തെങ്കിലും കൊടുത്ത് അത് ശരിയാക്കാൻ പറ്റുമോ? അമോണിയം പോസ് 3x തൊട്ട് 6x ആക്കി, 30 ആക്കി, 200 ആക്കി കൊടുക്കണം. ഗോയാക്കം 6C. പിന്നെ അവരുടെ മൊഡാലിറ്റി നോക്കിയിട്ട് റെസ്റ്റോക്സോ കോസ്റ്റിക്കോ ഏതെങ്കിലും ഒരു മെഡിസിനും കൂടെ കൊടുക്കാം നമുക്ക്. അതിന്റെ മൊഡാലിറ്റി നോക്കണം, മയാസം കണ്ടുപിടിക്കണം. സിഫിലിറ്റിക് മയാസാണോ സർ? ആയിരിക്കും മോസ്റ്റ്. സിഫിലിറ്റിക് മയാസത്തില് റൈറ്റ് സൈഡ് ആണെങ്കിൽ സിഫിലിനം, പിന്നെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ കാൽക്കാരിയോ ഫ്ലൂറും ആണ് വരുന്നത്. അപ്പൊ ഡോക്ടർ അതിന്റെ കേസൊക്കെ വന്നെടുത്തിട്ട് തന്നെ വിളിക്കും, നമുക്ക് നോക്കാം. ഓക്കെ, അമോണിയം മ്യൂർ ആണല്ലേ സർ? അമോണിയം പോസ്. ഓക്കെ സർ, താങ്ക് യു സർ. ഓക്കെ, അമോണിയം പോസ്, ലിഥിയം കാർബോ, ഗോയാക്കം, വേദന ഉണ്ടെങ്കിൽ കൊളോഫൈലം, അങ്ങനെയൊക്കെ ഉള്ള മെഡിസിൻ ആണ് അതിനകത്ത് വരണത്. നോക്ക്. ഓക്കെ സർ. ഓക്കെ. അപ്പൊ ഇന്ന് വളരെ വിലപ്പെട്ട ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ഡോക്ടർ മറിയാമ്മ ജോണിനെ ക്ഷണിക്കുന്നു. മറിയാമ്മ ഡോക്ടർ. ഉണ്ട്. റുമാറ്റിസത്തെ കുറിച്ച് ഇത്രയും നല്ല ക്ലാസ് നൽകിയ മധു ഡോക്ടർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകയില്ല. ഞങ്ങൾക്ക് കുറച്ചും കൂടെ ബാക്കി ക്ലാസ്സും കൂടെ തീർച്ചയായിട്ടും എത്രയും വേഗം സാറ് വരണം. വന്ന് ഞങ്ങൾക്ക് ബാക്കി ക്ലാസ്സും കൂടെയും, ഞങ്ങളുടെ സംശയങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പൊ സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ചുരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രയും വേഗം വന്ന് നല്ല ക്ലാസ് വീണ്ടും തരണമെന്നും കൂടി അപേക്ഷിക്കുകയാണ്. അത് IFPHന്റെ പേരിലും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സാറിന് നന്ദി അറിയിക്കട്ടെ.
താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും നന്ദി. നന്ദി ഇന്ന് മറിയാമ്മ ഇന്നലെ ഡോക്ടറെ. അതെ കർട്ടന് പുറകിലായിരുന്നു ഞാൻ. എന്റെ തിരുമുഖം കാണാൻ പറ്റിയില്ലെന്നറിയാം. എന്നാലും കേട്ട് കണ്ട് പഠിച്ച് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവർക്കും നന്ദി. നന്ദി സാറേ, വളരെ അധികം നന്ദി ഉണ്ട്. വളരെ നല്ല വിലപ്പെട്ട ക്ലാസ് ആയിരുന്നു. അത് നമുക്ക് ഈ സമയ പരിധി മൂലം കുറച്ച് ചുരുക്കേണ്ടി വന്നു. സാർ തീർച്ചയായിട്ടും ബാക്കി കൂടി നമുക്ക് ക്ലാസ് എടുത്ത് തരണം. ഇന്ന് നല്ല ക്ലാസ് എടുത്ത സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, താങ്ക് യു. നമസ്കാരം. ശരി. ഓക്കെ. ഹലോ. ഞാൻ ഉം